സാഹിത്യ മലയാളത്തിൻ്റെ പരിണാമം എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കുര്യാസ് കുമ്പളക്കുഴി, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ, കേരള വിവരാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ, ഗ്രന്ഥരചയിതാവ്, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് കുര്യാസ് കുമ്പളക്കുഴി. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ്. എസ് കെ വസന്തൻ, എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ എസ് കെ വസന്തൻ അധ്യാപകൻ, ചരിത്ര ഗവേഷകൻ, നോവലിസ്റ്റ്, സാഹിത്യ വിമർശകൻ എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനാണ്. എം തോമസ് മാത്യു, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ പുരസ്കാരവും ലഭിച്ച എം തോമസ് മാത്യു മലയാള സാഹിത്യത്തിലെ പ്രശസ്ത നിരൂപകനാണ്, അക്കാദമി വിശിഷ്ടാംഗവുമാണ്. കാവുമ്പായി ബാലകൃഷ്ണൻ, അധ്യാപകനായും എഴുത്തുകാരനായും ശാസ്ത്രപ്രചാരകനായും അറിയപ്പെടുന്ന ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അബുദാബി ശക്തി പുരസ്കാര ജേതാവ് കൂടിയാണ്. പി സുരേഷ്, മലയാള സാഹിത്യത്തിലെ പ്രശസ്ത നിരൂപകനും അധ്യാപകനുമാണ് പി സുരേഷ്. നമ്മുടെ പാനൽ ചർച്ച ആരംഭിക്കുകയാണ്. ഈ ചർച്ചയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ പാനൽ ചർച്ച ആരംഭിക്കുകയാണ്. സാഹിത്യ മലയാളത്തിൻ്റെ പരിണാമം വിഷയം കേൾക്കുമ്പോൾ എന്താവാം ഇത് എന്നുള്ള ഒരു സന്ദേഹം ഞങ്ങൾക്കെന്നതുപോലെ നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും സമകാലിക മലയാള സാഹിത്യത്തെയും നമ്മുടെ ആദ്യകാല സർഗ സാഹിത്യത്തെയും മുൻനിർത്തി ഒരു 1.5 മണിക്കൂറോളം ദീർഘിക്കുന്ന ഒരു ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറയുന്നു. അതെ, സാഹിത്യ മലയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർഗാത്മക രചനകളിൽ പ്രത്യക്ഷപ്പെടുന്ന മലയാള ഭാഷയാണ്. അതിൻ്റെ തുടക്കം എവിടെ എന്നൊക്കെ ആലോചിച്ചാൽ മലയാള ഭാഷയുടെ ഉത്ഭവത്തിന് തന്നെ അങ്ങനെ വലിയ പഴക്കമുണ്ട് എന്നൊന്നും പൊതുവെ സാഹിത്യ ചരിത്രകാരന്മാർ അവകാശപ്പെട്ട് കണ്ടിട്ടില്ല. ഏതാണ്ടൊരു 7-9 ശതകത്തിൽ ഇങ്ങനെയൊരു നമ്മുടെ ഈ മാതൃഭാഷ ഉരുത്തിരിഞ്ഞു തുടങ്ങി എന്നാണ് സാഹിത്യ ചരിത്രങ്ങൾ നേരത്തെ മുതലേ രേഖപ്പെടുത്തി പോന്നിട്ടുള്ളത്. എങ്കിലും ഇടയ്ക്ക് അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ക്ലാസിക് ഭാഷ എന്നുള്ളൊരു അംഗീകാരം നമ്മുടെ മലയാളം നേടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കെന്നതുപോലെ ഞങ്ങൾക്കും വലിയ ധാരണകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സർഗാത്മക സാഹിത്യ രചനയുടെ കാലം നമുക്കിതുവരെ അറിയാൻ കഴിയുന്നിടത്തോളം വച്ച് ഏതാണ്ട് 1860 ആരംഭിക്കുന്നു എന്ന് പറയാം. 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ കൃഷ്ണഗാഥയിലാണ് വാസ്തവത്തിൽ നമ്മുടെ ഏറ്റവും ശുദ്ധമായ മലയാളം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും ഗദ്യരചനകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കാവ്യഭാഷയെപ്പറ്റി ഇവിടെ സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഇവിടെ സംസാരിക്കുന്നവരുടെ ഈ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഞാനിവിടെ ഈ കാവ്യഭാഷ എന്നുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഗദ്യ സാഹിത്യത്തിൻ്റെ മേഖലയിൽ രൂപം കൊണ്ട ആ മലയാള ഭാഷയുടെ സവിശേഷതകളെ പറ്റിയാണ് ഏതാനും വാക്കുകൾ സംസാരിക്കുന്നത്. 1860 എന്ന് പറഞ്ഞത് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് എന്ന് ചിലരൊക്കെ അവകാശപ്പെടുന്ന പുല്ലേൽ കുഞ്ചുവിൻ്റെ രചനാകാലമാണ്. ആർച്ച് ഡീക്കൻ കോശി എന്ന മലയാളി പുരോഹിതൻ 1860 ഓഗസ്റ്റ് മുതൽ കോട്ടയത്തു നിന്ന് പുറപ്പെട്ടിരുന്ന ജ്ഞാനനിക്ഷേപം മാസികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ഒരു നോവലാണ് പുല്ലേൽ കുഞ്ചു. ആ പുല്ലേൽ കുഞ്ചുവിലെ മലയാളം ഇന്ന് നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് വലിയ അപരിചിതത്വമൊന്നും തോന്നുന്നില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ശുദ്ധ മലയാളം തന്നെയാണ്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് പിൽക്കാലത്ത് മറ്റ് നോവലുകൾ രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്താണ് പുല്ലേൽ കുഞ്ചുവിൻ്റെ തുടക്കം എന്ന് പറയുന്നത്? അതിങ്ങനെയാണ്: ഞാൻ ഒരു ദിവസം കൈതകപ്പള്ളിയിൽ രാമപ്പണിക്കരുമായി ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അയാളുടെ ചാവടിയിൽ ഇരിക്കുമ്പോൾ
ഒരു ശൂദ്ര ബാല്യക്കാരൻ അവിടെ വന്നു. ഇത് നമ്മുടെ ഇന്നത്തെ മലയാളത്തിൽ നിന്ന് അത്രയേറെ പഴക്കമുള്ള ഒരു ഭാഷയായിട്ട് ആർക്കും തോന്നുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1860 ഈ പ്രസിദ്ധീകരണം തുടങ്ങിയ ഈ കൃതി 1882 പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ളൂ. അതിനുശേഷം 1877 ഒരു നോവൽ നമുക്കിവിടെ കിട്ടി. ഘാതകവധം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യ രചന ഇംഗ്ലീഷിലാണ്. കോളിൻസ് മദാമ എന്ന് പറയുന്ന കോളിൻസ് സാഹിബിൻ്റെ ഭാര്യ. അപ്പം മദാമ എഴുതി തുടങ്ങിയ ഈ നോവല് അവരുടെ അകാല മരണം കൊണ്ട് അപൂർണമായി അവശേഷിക്കുകയും പിന്നീട് അവരുടെ ഭർത്താവ് തന്നെ അത് എഴുതി പൂർത്തിയാക്കി കോട്ടയത്ത് പ്രസിദ്ധീകരിക്കുകയുമാണ്. അവിടെ വിദ്യാസംഗ്രഹം മാസികയിൽ ആദ്യമായി ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ മലയാള പരിഭാഷ അതാര് തയ്യാറാക്കി എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. കോളിൻസ് സാഹിബ് തന്നെയാണ് തയ്യാറാക്കിയതെന്ന് ഒരു വിഭാഗം പറയുന്നു. അതല്ല, ഈ ആർച്ച് ഡീക്കൻ കോശിയാണ് അതിൻ്റെ മലയാളം പരിഭാഷ തയ്യാറാക്കിയത് എന്നും ഒരു വാദമുണ്ട്. ഏതായാലും അതിൻ്റെ ആ തുടക്കം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഭംഗിയുള്ള രാജ്യമായ തിരുവിതാംകൂട്ട് എന്ന പട്ടണത്തിൽ കോശി കുര്യൻ എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പരമ്പരാഗതമായ രീതിയിലുള്ളൊരു കഥ പറച്ചിലിൻ്റെ തുടക്കമാണ്. അങ്ങനെ ഒരു സ്ഥലത്തെ ഒരാളുണ്ടായിരുന്നു. പിന്നെ അയാളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് കഥയിലേക്ക് കടന്നു പോവുക. അങ്ങനെയുള്ള ഒരു ആഖ്യാന ശൈലിയാണ് ഈ ഘാതകവധത്തിൻ്റെ പരിഭാഷകൻ സ്വീകരിച്ചിട്ടുള്ളത്. 1877 ശേഷം 1887 പുല്ലേലി കുഞ്ചുവും വന്നു കഴിഞ്ഞിട്ട് ഉണ്ടായ നോവലാണ് കുന്തലത. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലതയാണ് എന്ന് വാദിക്കുന്നവരും നമ്മുടെ സാഹിത്യ ചരിത്രകാരന്മാർക്കിടയിലും സാഹിത്യ പഠിതാക്കൾക്കിടയിലുമുണ്ട്. ആ കുന്തലതയിലെ ഭാഷയിലും അതൊരു റൊമാൻസാണ്. ആ റൊമാൻസിൻ്റെ ഭാഷയിലും ഇപ്പറഞ്ഞ പുസ്തകങ്ങളുടെ ആ ഭാഷാ ശൈലിയിൽ നിന്ന് ഏറെ അന്തരം കാണുന്നില്ല. അതിൻ്റെ തുടക്കം ഏതാണ്ട് ഇങ്ങനെയാണ്. ദണ്ഡകാരണ്യത്തിൻ്റെ എത്രയും ഉത്തരഭാഗത്ത് വില്വാദ്രി എന്നൊരു മലയുടെ താഴ്വാരത്തിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പഞ്ചതന്ത്രം മുതലുള്ള കഥകളുടെയൊക്കെ ആഖ്യാന ശൈലിയെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കുന്തലതയുടെ രചയിതാവ് അപ്പു നെടുങ്ങാടിയും ഈ 1887 എന്ന് പറയുമ്പോൾ നമ്മുടെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടമാണ് എന്ന് ഓർമ്മിക്കണം. അന്നത്തെ മലയാളം ഈ രീതിയിലാണ് ആരംഭിച്ചത് അദ്ദേഹം. അവിടെ നിന്ന് വാസ്തവത്തിൽ ആധുനിക സാഹിത്യ മലയാളത്തിൻ്റെ തുടക്കം നമ്മുടെ മഹത്തായ നോവൽ ഇന്ദുലേഖയിൽ തന്നെയാണ്. അത് ഈ പറയുന്ന ആഖ്യാന രീതിയൊക്കെ വിട്ട് അദ്ദേഹത്തിന് പരിചിതമായിരുന്ന ഇംഗ്ലീഷ് നോവലുകളുടെ ആഖ്യാന രീതിയോട് ബന്ധപ്പെട്ട ഒരു പുതിയ ശൈലി സ്വീകരിക്കുകയാണ്. ഇന്ദുലേഖയുടെ തുടക്കം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചാത്തരമേനോനും മാധവനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലാണ് അത് ആരംഭിക്കുന്നത്. ചാത്തരമേനോൻ പറയുന്നു, എന്താണ് മാധവ ഇങ്ങനെ സാഹസമായി വാക്കു പറഞ്ഞത്? ഒട്ടും നന്നായില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സുപോലെ ചെയ്യട്ടെ. കാരണവന്മാർക്ക് നോം കീഴടങ്ങണ്ടേ. നിൻ്റെ വാക്ക് കുറേ കവിഞ്ഞു പോയി എന്ന് ചാത്തരമേനോൻ അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്നോട് മാധവനെ ശാസിക്കുന്നു. പക്ഷേ മാധവൻ അതൊന്നും വകവയ്ക്കാൻ തയ്യാറില്ല. ധിക്കാരിയായ മരുമകൻ മറുപടി പറയുന്നു, അശേഷം കവിഞ്ഞിട്ടില്ല. സിദ്ധാന്തം ആരും കാണിക്കരുത്. അദ്ദേഹത്തിന് മനസ്സില്ലെങ്കിൽ ചെയ്യണ്ട. ശിന്നനെ ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. അവനെ ഞാൻ പഠിപ്പിക്കും എന്നാണ്. ഇത് 2 തലമുറകൾ തമ്മിലുള്ള ഒരു ആശയ സംഘർഷത്തിൻ്റെ തലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിൻ്റെ തലം അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു നോവൽ, അതിൻ്റെ ആഖ്യാന ശൈലി തീർച്ചയായും ആ കാലഘട്ടത്തിൽ ഇതിലെ കഥാപാത്രങ്ങൾ ഏത് സമുദായത്തിൽ ഏത് പ്രദേശത്ത് ജനിച്ചു വളർന്നവരാണോ അവരുടേതായ പ്രാദേശിക ശൈലിയൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് ചെല്ലുന്തോറും ഈ ചന്തുമേനോൻ ഇതിൻ്റെ ആഖ്യാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഈ ഏറ്റവും പുതിയ ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ തലമുറകളുടെ സംഘർഷമെന്ന് ഞാൻ പറഞ്ഞു. പുതിയ തലമുറയുടെ ധിക്കാരം,
പഴമയെ അപ്പാടെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ആ പുരോഗമന വീക്ഷണത്തിൻ്റെ സാന്നിധ്യമൊക്കെ നമ്മളിവിടെ അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമകാലികമായ ഒരു പരിവർത്തന ദശയെ, ഒരു സാമൂഹിക സാംക്രമിക ഘട്ടത്തെ അവതരിപ്പിക്കുന്ന ഒരു നോവലിന് അത്തരത്തിലുള്ള ഒരു പുതിയ ആഖ്യാന ശൈലി സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയുള്ള ഒരു പുതിയ ശൈലിയാണ് ചന്തുമേനോൻ ഇന്ദുലേഖയിലൂടെ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാണ് 87 കഴിഞ്ഞ് 2 വർഷം കൂടി 89 കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞ് 91 മാർത്താണ്ഡവർമ്മ ഉണ്ടാവുന്നത്. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മയും പിന്നീട് വന്ന ധർമ്മരാജായും രാമരാജ ബഹദൂറുമൊക്കെ ചന്തുമേനോൻ്റെ ഈ ഭാഷാ ശൈലിയിൽ നിന്ന് വളരെയേറെ ദൂരം പിറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പഴയ നമ്മുടെ ചമ്പൂകാരന്മാരുടെയൊക്കെ ഒരു പ്രൗഢമായ ആ ശൈലി, ദുർഗ്രഹമായ ശൈലി, സംസ്കൃത പദങ്ങൾ കൊണ്ട് നിബിഡമായ ഒരു ഭാഷാ ശൈലി, അതാണ് വാസ്തവത്തിൽ CV രാമൻപിള്ള തൻ്റെ നോവലുകളിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം വളരെ ദുർഗ്രഹമായ അലങ്കാരകൽപ്പനകൾ, ബിംബകൽപ്പനകളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. വളരെ പ്രാകൃതമെന്ന് തോന്നാവുന്ന രീതിയിലുള്ള അടിയൻ ലക്ഷിപ്പവും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, പ്രാകൃതമെന്നല്ല, തികച്ചും പ്രാദേശികമായ, അവർ പ്രതിനിധാനം ചെയ്യുന്ന ആ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ തനിമയുള്ള ഭാഷണ ശൈലി, അത് പക്ഷേ ഒരു നവീകൃത മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുരോഗമന നേടിയ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഷാശൈലിയുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് പ്രാകൃതമെന്നോ പഴഞ്ചനോ എന്നോ ഒക്കെ അതേപ്പറ്റി പറഞ്ഞു പോകുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ഭാഷാശൈലിയാണ് CV രാമൻപിള്ള പിന്തുടർന്ന് പോകുന്നത്. അത് മാർത്താണ്ഡവർമ്മയിൽ താരതമ്യേന ലളിതമാണ്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന നോവലുകളിൽ കുറേ കൂടി ദുർഗ്രഹമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ CV രാമൻപിള്ളയുടെ നോവലുകൾ പുതിയ തലമുറയുടെ വായനയിലേക്ക് അധികം കടന്നു വരാതിരിക്കുന്നത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ഗവേഷണ പഠിതാക്കളും നോവലിനെ പറ്റി പ്രത്യേകം പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിരൂപകരുമൊക്കെ ഇന്ന് ബന്ധപ്പെട്ട് ആ നോവലുകൾ വായിക്കാൻ തയ്യാറാകുന്നുള്ളൂ. മാത്രവുമല്ല, നോവൽ വായിക്കുമ്പോൾ പലരും ശബ്ദധാരാവലി കയ്യിൽ കരുതേണ്ടി വരുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നോവൽ ഭാഷ മലയാളത്തിലെ സാഹിത്യ ഭാഷയ്ക്ക് പുതിയ രൂപം നൽകിക്കൊണ്ട് ഇങ്ങനെ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഇവിടെ പ്രചാരത്തിൽ വന്നു. അത് കഴിയുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്ന ഒരു സംഗ്രാമഘട്ട രചന എന്ന് പറയാവുന്ന രീതിയിലുള്ള ആധുനിക നോവൽ വികാസത്തിനും ഈ ആദ്യകാല നോവലുകളുടെ ഇടയിലും കൂടി പ്രത്യക്ഷപ്പെടുന്ന ഒരു നോവല് 1923 ഉണ്ടാകുന്ന ഭൂതരായരാണ്. അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായർ. അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായരെ പറ്റി നോവൽ സാഹിത്യത്തിൽ MB പോൾ എന്ന് പറഞ്ഞ ഒരു കമൻ്റ് അന്നേ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിതാണ്, ഉറക്കം വരാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ ഈ നോവൽ എടുത്ത് വായിക്കാവുന്നതാണ് എന്നായിരുന്നു. അപ്പോൾ MB പോളിൻ്റെ ആ നിശിതമായ വിമർശനം ആ നോവൽ അർഹിക്കുന്നില്ല എന്ന് പിൽക്കാലത്ത് അത് തിരുത്തിയ നിരൂപകന്മാരൊക്കെ നമുക്കുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, ഭൂതരായർ വളരെ സവിശേഷമായ, വളരെ ആലങ്കാരികമായ, വളരെ വർണ്ണശബളമായ ഒരു ഭാഷാശൈലിയാണ് തൻ്റെ രചനയിൽ സ്വീകരിച്ചത്. അതുതന്നെയാണ് ആ രചനയോട് പുതുതലമുറ വായനക്കാർക്ക് വൈമുഖ്യമുണ്ടാകാനുള്ള കാരണവുമെന്ന് ഞാൻ കരുതുന്നു. വളരെ ശബളാഭമായ ശൈലിയുടെ തുടക്കം ഇതാണ്. അന്നത്തെ മലനാട് എവിടെ, ഇന്നത്തെ മലയാളം എവിടെ? കാലം മറിഞ്ഞതോടുകൂടി കോലം കീഴ്മേൽ മറിഞ്ഞു. നാടിൻ്റെ കിടപ്പും നാട്ടാരുടെ നടപ്പും അത്രയ്ക്ക് മാത്രം മാറിയിരിക്കുന്നു. നീർപോകും ചാലുകൾ തീബോട്ടുകൾ നടത്തുന്ന പുഴകളായി, ആൾപോകും വഴികൾ തീവണ്ടിയോടുന്ന പാതകളും സാറട്ട് പോകുന്ന വീഥികളുമായി, കുന്നുകുഴിയായി, മല മൈതാനമായി, കാട് നാടായി, നാട് നഗരമായി. ഇതേ ഒരു നല്ല ഒരു സാഹിത്യ ഭാഷയാണ് എന്ന് നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ സാഹിത്യ മലയാളത്തിലെ ഒരു പരിണാമഘട്ടം ഈ ഭൂതരായരിലുണ്ട് എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് നമ്മുടെ ഈ നോവൽ സാഹിത്യത്തെ തന്നെ മുൻനിർത്തിയാണ് ഈ സാഹിത്യ മലയാളത്തെ പറ്റിയുള്ള ഒരു ചർച്ച ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നമ്മുടെ കാൽപ്പനിക കാലഘട്ടമാണ്. അവിടുത്തെ പ്രമുഖരായ നോവലിസ്റ്റുകൾ, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിൻ്റെ നോവലിനെ പറ്റി അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് വീട്ടിൽ വർത്തമാനം പറയുന്ന രീതിയിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ചാമ്പമരം കായ്കളാൽ മന്ദഹസിക്കുകയാണ് എന്ന് തുടങ്ങിയുള്ള പ്രയോഗങ്ങളെ വീട്ടിൽ വർത്തമാനം പറയുന്ന രീതിയല്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? വീട്ടിൽ വർത്തമാനം പറയുന്ന മാതിരി എന്ന് അദ്ദേഹം ഒരു ഭംഗിവാക്ക് പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ വളരെ ലാവണ്യാത്മകമായ കാൽപ്പനികതയുടെ മാധുര്യം പുരണ്ട മനോഹരമായ ശൈലിയാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും വായിക്കാൻ ആളുകൾക്ക് ഇന്നും താല്പര്യം ഉണ്ടാകുന്നത്. ഇന്നെടുത്ത് വായിക്കുന്ന ഏറ്റവും പുതിയ കുട്ടിയും ആ നോവലിൽ വ്യാമുക്തയായി അല്ലെങ്കിൽ വ്യാമുക്തനായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലെ വളരെ ജനകീയവും അതേസമയം വളരെ ലാവണ്യാത്മകവുമായ ഒരു പുതുശൈലി തൻ്റെ നോവലുകളിൽ സ്വീകരിച്ചുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തെ കീഴടക്കിയത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. പിൽക്കാലത്ത് വന്ന കേശവദേവ് വാസ്തവത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ആക്ഷേപിക്കുന്ന സവർണ ശൈലിയുടെ ചെകിട്ടത്തടിക്കുന്ന റിയലിസ്റ്റിക് ശൈലിയുമായി രംഗത്ത് വന്ന ആളാണ്. കേശവദേവിൻ്റെ ഭാഷ ഒരുപക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു കേശവദേവ് വളരെ കുറച്ച് മാത്രമാണ് വായിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭാഷയിലുള്ള റിയലിസത്തിൻ്റെ അതിപ്രസരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സാഹിത്യം എപ്പോഴും കലാത്മകമായിരിക്കണം, ലാവണ്യാത്മകമായിരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അതിനെ വളരെ വരണ്ട ഒരു ഭാഷാശൈലിയിലേക്ക് കൊണ്ടുപോയാൽ അത് ഉൾക്കൊള്ളാൻ ഈ സാഹിത്യപരമായ ഒരു ഭാവുകത്വം വളർത്തിക്കൊണ്ടുവരുന്ന വായനക്കാർക്ക് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ തകഴിയുടെ കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞുള്ള കാലഘട്ടം എന്ന് പറയുന്നില്ല, നമ്മുടെ കാൽപ്പനിക കാലഘട്ടം, നവോത്ഥാനകാല നോവലുകൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ തകഴി ഒരുപക്ഷെ ഈ ബഷീർ അവകാശപ്പെടുന്ന വീട്ടിൽ പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, ആ ശൈലി കൂടുതൽ സ്വീകരിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളയാണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഭാഷാശൈലി എന്താണ്, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇമേജ് കടമെടുത്താൽ ഒരു കസവ് നേരിയത് പുറച്ചെത്തിയ ഒരു ഭാഷാ ശൈലിയാണത്. റിയലിസ്റ്റിക് ശൈലിയുടെ മുകളിൽ ഒരു കസവ് നേരിയതിൻ്റെ ആവരണം ചാർത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ നോവലുകളെ വായനക്കാർക്ക് സമ്മാനിച്ചത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചെമ്മീനിലെ കറുത്തമ്മയുടെ ഒരു പ്രതികരണമാണ്, വള്ളവും വലയും മാത്രമല്ല ഒരു കസവ് നേരിയത് കൂടിയാണ് ജീവിതം എന്ന് കറുത്തമ്മയ്ക്ക് തോന്നി എന്ന് തകഴി പറയുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് ഞാൻ ആ ഒരു ഇമേജ് കടമെടുത്തത്. അപ്പോൾ അത്തരത്തിൽ ഈ ഭാഷയെ വക്രീകരിക്കുക, ഭാഷയെ ഭംഗിപ്പെടുത്തുക, ഭാഷയെ മാനകീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ തകഴിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ നമുക്ക് സമ്മാനിച്ചത്. അവിടെ നിന്ന് ഈ പിന്നെ മുന്നോട്ട് വരുമ്പോൾ ഒരു ശ്രദ്ധേയമായ രസകരമായ ഒരു അനുഭവം നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയുന്നത് എല്ലാവരും കളിയാക്കി പറയുന്ന പൈങ്കിളി സാഹിത്യത്തിൽ നിന്നാണ്. ഒരു പൈങ്കിളി നോവൽ എന്ന് പറഞ്ഞൊരു സങ്കല്പനമുണ്ടല്ലോ. മധ്യ തിരുവിതാംകൂറിലെ മുട്ടത്തുവർക്കി തുടങ്ങിയ കുറേ നോവലിസ്റ്റുകൾ അവതരിപ്പിച്ച ഒരു പുതിയ ഭാഷാശൈലിയാണ്. കാൽപ്പനിക പ്രണയത്തിൻ്റെ ഏറ്റവും ലോലമായ തലങ്ങളെ ലളിതകോമള കാന്തപദാവലികൾ കൊണ്ട് അതിനനുസൃതമായ വികാരമധുരമായ ബിംബകൽപ്പനകളിലൂടെയൊക്കെ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് മുട്ടത്തുവർക്കി. പക്ഷേ എന്താണ്, വായനക്കാർ വളരെ ഉദാരമായി സ്വീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ പോലെ ആ കാലഘട്ടത്തിൽ വായിക്കപ്പെട്ടിട്ടുള്ള നോവലുകൾ ഉണ്ടാവാനിടയില്ല. ആ വായനയുടെ പിന്നിലുള്ളത് അതിൽ ആവിഷ്കൃതമായ കൗമാരസഹജമായ പ്രണയത്തിൻ്റെ കാൽപ്പനിക മാധുര്യമുള്ള സന്ദർഭങ്ങൾ മാത്രമല്ല, മറിച്ച് ആ ഭാഷയുടെ പ്രത്യേകത കൂടിയാണ്. വായിക്കാൻ തുടങ്ങിയാൽ നിലത്ത് വയ്ക്കാൻ തോന്നാത്ത രീതിയിൽ സാധാരണ വായനക്കാർക്ക് അവസാനം വരെ വായിച്ചു പോകാൻ മുട്ടത്തുവർക്കിയുടെ നോവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് തകഴിയുടെ ഭാര്യ കാത്ത പറഞ്ഞതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാക്ഷ്യം ആ കാലഘട്ടത്തിലെ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെങ്കിലും കുടുംബങ്ങളിലെ സ്ത്രീകളുടെയും ലളിത വായനക്കാരായ കൗമാര യൗവനക്കാരുടെയും ഒക്കെ പ്രതികരണം തന്നെയാണ്.
ആ നോവലുകൾ ഈ മുട്ടത്തുവർക്കിയുടെ സൃഷ്ടിച്ച ആ ഒരു പുതിയ ഒരു പ്രവണതയും ഏറെക്കാലം നിലനിന്നില്ല. അതൊരു മഴ പെയ്ത് തോരുന്നത് പോലെ വളരെ പെട്ടെന്ന് മാഞ്ഞു പോകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ അതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചത് മധ്യ തിരുവിതാംകൂറിലെ പത്രങ്ങളാണ്. വർത്തമാന പത്രങ്ങളിൽ മുട്ടത്തുവർക്കിയുടെ ആ ശൈലി കടമെടുത്ത് ന്യൂസ് സ്റ്റോറികൾ മെനഞ്ഞ് അവതരിപ്പിക്കാൻ തുടങ്ങുകയും അതിപ്പോഴും ഏതാണ്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൈങ്കിളി ശൈലി ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലാണ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഈ പൈങ്കിളി ശൈലിയിലെ ആ സ്ത്രൈണ അംശത്തെ നീക്കിക്കളഞ്ഞ് അതിലെ പൗരുഷത്തെ വേർതിരിച്ചെടുത്ത് അതിനെ അമർഷരോഷങ്ങളുടെയും പ്രതികാര ചിന്തയുടെയും കയ്പ് രസം പുരട്ടി ആണ് MT വാസുദേവൻ നായർ തൻ്റെ നോവലുകളിൽ പുതിയ ശൈലിയെ സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ ഈ മഹാപ്രസ്ഥാനത്തിനിറങ്ങുന്ന ഭീമൻ തനിക്ക് ഈ വാർദ്ധക്യത്തിലും വിരാഗിയാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിലപിക്കുന്ന ആ ഒരു തീക്ഷ്ണമായ ആ ഒരു ജീവിത ആസക്തിയുണ്ടല്ലോ, ആ ജീവിതാസക്തിയുടെ പ്രതിനിധികളായ കഥാപാത്രങ്ങൾ. ഇപ്പോൾ കൊച്ചു കൊച്ചു ഭീമസേനന്മാരെ അദ്ദേഹം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ച തന്ത്രമെന്ന് പറയുന്നത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പൈങ്കിളി ശൈലിയിലെ സ്ത്രൈണ അംശത്തെ നീക്കിക്കളയുന്നു, ആ സ്ഥാനത്തേക്ക് പൗരുഷത്തെ കൊണ്ടുവരുന്നു. ആ പൗരുഷത്തിനാകട്ടെ ഒരു തരം അമർഷ രോഷങ്ങളുടെയും പ്രതികാരത്തിൻ്റെയുമൊക്കെയായ ഒരു പരുക്കൻ തലവും കൂടി കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഒരു പുതിയ ശൈലി രൂപപ്പെടുത്തിയ MT നമ്മുടെ മലയാളത്തിലെ വായനക്കാരെ ആദ്യവസാനം അല്ലെങ്കിൽ കേരളത്തിലെ ആകമാനമുള്ള വായനക്കാരെ കീഴടക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഭാഷാ ശൈലിയുടെ സവിശേഷതയായിട്ട് കൂടി നമ്മൾ കാണേണ്ടതാണ്. എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെ തുടർന്ന് വലിയ പരിണാമം വന്ന 1970 വന്ന ആനന്ദിൻ്റെ ആൾക്കൂട്ടം, അതിനുശേഷം 1984 വന്ന പിന്നെ ഗബ്രിയേൽ മാർക്വേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ഇവയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യേക ആഖ്യാന ശൈലിയുണ്ട്. ആ ആഖ്യാന ശൈലി വളരെ നിർമ്മമായ നിരാർദ്രമായ വിവരണാത്മകമായ ഒരു ശൈലി. അത് ഏറ്റവും പുതിയ സാഹിത്യ ശൈലിയായി നമ്മുടെ പുതിയ എഴുത്തുകാരിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് വസന്തൻ മാഷെ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൻ്റെ ചരിത്രം ഒന്ന് ഓടിച്ച് പറയുകയാണ് അധ്യക്ഷൻ നടത്തിയത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളുടെ കവിതയ്ക്ക് വന്ന തകരാറുകളെ പറ്റിയാണ്. മലയാളത്തിൽ ഒരുപാട് കവികൾ നമുക്കുണ്ട്, പക്ഷെ നമുക്ക് കവിതകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. മലയാളത്തിൽ കവികളാണോ കവിതകളാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. ഇത് ശരിയായ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അടുത്ത കാലത്ത് ഒരു കവി പറയുകയുണ്ടായി, യൂറോപ്പിലൊക്കെ വൃത്തനിബദ്ധമായ കവിതയുടെ കാലം കഴിഞ്ഞു എന്നും ഗദ്യവും കവിതയും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായി തീർന്നിരിക്കുന്നു എന്നും. ഒരുപക്ഷെ വളരെ വിദഗ്ധമായി പരോക്ഷമായി തൻ്റെ നിലപാടിന് അദ്ദേഹം ഒരു സാധൂകരണം പറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യം, ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ യൂറോപ്പിലെ ഫ്രഞ്ച് ആയാലും ഇറ്റാലിയൻ ആയാലും ജർമ്മൻ ആയാലും ആ ഭാഷകളൊക്കെ ഭാഷാശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടതാണ്. അനാലിറ്റിക്കൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്.
ഭാഷയുടെ വികാസത്തിലല്ല, പല ഭാഷകളിൽ ഈ അനാലിറ്റിക്കൽ സ്റ്റേജിൽ വരുന്ന ഭാഷകളിൽ താളം വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. പക്ഷേ ദ്രാവിഡ ഭാഷകൾ അഗ്ലൂട്ടിനേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ആ ഭാഷകളുടെ മുഖമുദ്ര താളം ആണ്. വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാക്കിനോട് മറ്റൊരു വാക്ക് കൂട്ടിച്ചേർത്ത് നീണ്ട സമസ്ത പദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം, അത് ഈ അഗ്ലൂട്ടിനേറ്റീവ് സ്റ്റേജിലുള്ള ഭാഷകളിലാണ്. ഇപ്പം നീലാരണ്യ നിജോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രി എന്നോ അങ്ങനത്തെ പല വാക്കുകൾ, ഇപ്പോൾ കുമാരനാശാൻ്റെ വീണഭൂവിൽ ഉൾപ്പെടെ ധാരാളം സമസ്ത പദങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ സമസ്ത പദങ്ങൾ ധാരാളം ഉപയോഗിക്കുന്ന ഭാഷയിൽ അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നത് അതിൻ്റെ താളക്രമത്തിലാണ്. ഈ താളക്രമം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മലയാള ഭാഷയുടെ കവിതയ്ക്ക് വന്ന വലിയ വിപത്ത് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഗദ്യത്തിൽ കവിതയാവാം, പക്ഷേ കവിതയിൽ ഗദ്യം ആവാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്. ഈ താളബോധത്തോടുകൂടി കവിത വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാവ്യ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ സ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികൾ കവിത കാണാതെ പഠിക്കരുത് എന്ന് തന്നെയാണ്. കാരണം കാണാതെ പഠിക്കുന്നത് എന്തോ മഹാപാപം ആണ് എന്നുള്ള മട്ടിലാണ്. കുട്ടികളെങ്ങനെയാണ് കവിത രസിക്കുന്നത്? കുട്ടികളെങ്ങനെയാണ് പഠിക്കുന്നത്? 5, 6, 7 വയസ്സായൊരു കുട്ടി പഠിക്കുന്നു എന്ന് വെച്ചാൽ അവൻ കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. 60 വയസ്സുകാരന് കാണാതെ പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ച് 6 വയസ്സുകാരന് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കാതെ പലപ്പോഴും ഈ സാഹിത്യാസ്വാദനത്തിൽ നമ്മൾ പറയുന്ന ചർവണ എന്നൊരു പ്രക്രിയയുണ്ട്. ആ ചർവണ എന്ന പ്രക്രിയയെ നിഷേധിച്ചുകൊണ്ടാണ് പലപ്പോഴും അതിനൊരു പ്രസക്തിയില്ല എന്ന മട്ടിലാണ് പുതിയ കവിതകൾ വരുന്നത്. മാത്രമല്ല, ഈ അധ്യാപന രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നിയിട്ടുള്ളത് MA ക്ലാസ്സുകളിൽ സിലബസിൽ തിരഞ്ഞെടുത്തിട്ടുള്ള കവിതകൾ വായിക്കുമ്പോഴാണ്. പേരിന് നല്ല കവിതകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. എന്ത് പരിഗണനയുടെ പേരിലാണ് ഈ നമ്മളുടെ കവിതകളുടെ കൂട്ടത്തിൽ പലപ്പോഴും വരുന്ന, ഞാൻ ചില ഉദാഹരണങ്ങൾ കുറിച്ച് കൊണ്ടുവന്ന് ഞാൻ വായിക്കാം. കവിതയല്ല വായിക്കുന്നത്, ചില സൂചനകൾ മാത്രം ആണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പുതിയ കവികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട ഒരാൾ VVK വാലത്താണ്. ചരിത്ര ഗവേഷകൻ എന്നുള്ള നിലയിൽ VVK വാലത്തിന് ഒരു സ്ഥാനമുണ്ട്. എല്ലാവരെയും പോലെ ആദ്യകാലത്ത് അദ്ദേഹം കുറച്ച് കവിതകളൊക്കെ എഴുതാൻ തുടങ്ങി. കവിതകൾ മാത്രമല്ല, അദ്ദേഹം പിന്നീട് കഥകളും എഴുതാൻ തുടങ്ങി. പക്ഷേ വാലത്തിന് മനസ്സിലായി ഇത് രണ്ടും തനിക്ക് പറ്റുന്നതല്ല എന്ന്. അദ്ദേഹം ചരിത്ര ഗവേഷണത്തിലേക്കാണ് തിരിഞ്ഞ്. VVK വാലത്തിൻ്റെ കവിതയാണ് പഠിക്കാനുള്ള ഒരെണ്ണം. മറ്റൊന്ന് നാരായണഗുരുവിൻ്റെ കുണ്ടലിനി പാട്ടാണ്. ഈ കുണ്ടലിനി പാട്ട് ഏത് അധ്യാപകനാണ് അതിൻ്റെ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കാൻ സാധിക്കുക? തത്വചിന്തയും വേദാന്തവും അരച്ച് കലക്കി കുടിച്ച നാണുഗുരുവിൻ്റെ ഈ കുണ്ടലിനി പാട്ടിൻ്റെ അന്തരാർത്ഥങ്ങൾ മുഴുവൻ MA ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധിക്കുമോ? അതാണോ കവിത പഠിപ്പിക്കുന്നതെന്ന്? അതേപോലെ തന്നെ വാദ്യഘോഷങ്ങൾ മുഴക്കുന്നവർക്കും എന്നൊരു കവിത പൊയ്കയിൽ അപ്പച്ചൻ ആണ്. മലയാളത്തിലെ കവിതാ ചരിത്രത്തിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്താ സ്ഥാനം? അദ്ദേഹം വലിയൊരു സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ സാമൂഹ്യ വിപ്ലവകാരിയായ ഒരാൾ അതിന് ഉപോത്ബലകമായി ചിലപ്പോൾ ചില കവിതകൾ എഴുതിയിട്ടുണ്ടാവും എന്ന് കവിഞ്ഞ് മലയാളത്തിലെ കവിതാ ചരിത്രത്തിൽ അതിനെന്താണ് പ്രസക്തി? PK നായനാർ കവിത എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് MA ക്ലാസ്സിൽ EK നായനാരുടെ കവിത പഠിപ്പിക്കാൻ വേണ്ട. നമ്മുടെ രാഷ്ട്രപതിയായ KR നാരായണൻ 2 കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ 2 കവിത ഞാൻ പകർത്തിയെടുത്തു വച്ചിട്ടുണ്ട്. KR നാരായണൻ്റെ യോഗ്യത കവി എന്നുള്ള നിലയിലാണോ? അതാണോ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്?
എന്നു മാത്രമല്ല, MA ക്ലാസ്സിൽ കുമാരനാശാനെ പറ്റി പഠിപ്പിക്കാൻ വെച്ചപ്പോൾ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലെ അവസാനത്തെ 20 ശ്ലോകം, അങ്ങനെയാണോ കുമാരനാശാനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? കുമാരനാശാൻ്റെ ഒരു ഖണ്ഡകാവ്യം മുഴുവൻ പഠിപ്പിക്കുക എന്നുള്ളതല്ലേ അദ്ദേഹത്തെ പറ്റി പറയാനുള്ള സൗകര്യം ഉണ്ടാക്കുക? ഇത് ആവശ്യമുള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് പേരേക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന മട്ടിൽ ആണ്. അതാണോ കവിതയിൽ? കവിക്ക് സംവരണം ആവാം, അതിലെനിക്ക് ആക്ഷേപമൊന്നുമില്ല. പക്ഷേ കവിതയ്ക്ക് സംവരണം പറ്റില്ല. ചോദ്യം ഇതാണ് ഉദയിക്കുന്നത്, എത്ര OEC-ക്കാരുടെ കവിത ചേർത്തിട്ടുണ്ട്, എത്ര OBC-ക്കാരുടെ കവിത ചേർത്തിട്ടുണ്ട്, എത്ര ദളിത് കവിതകൾ ചേർത്തിട്ടുണ്ട്, എത്ര ട്രാൻസ്ജെൻഡർ കവിത ചേർത്തിട്ടുണ്ട്, എത്ര വികലാംഗ കവിത ചേർത്തിട്ടുണ്ട്? ഇതൊക്കെയാണോ സാഹിത്യ മാനദണ്ഡമായിട്ട് കൽപ്പിക്കുന്നത്? നമ്മളുടെ കുട്ടികളെ യഥാർത്ഥമായ മലയാള കാവ്യ സൗന്ദര്യത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ധാരാളം കവിതകൾ എഴുതുന്ന മറ്റേ അനിത തമ്പിയുടെ കവിതകൾ, ആലപ്പുഴ വെള്ളം എന്നൊരു കവിത, അതെന്താ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളത്? ഈ ആലപ്പുഴ വെള്ളം എന്നുള്ള കവിത അതിലെന്ത് കാവ്യപരമായ മേന്മയാണ് കൽപ്പിക്കാനുള്ളത്? ഇത്തരം ബാലിശങ്ങളായിട്ടുള്ള രചനകൾ ആളുകളെ നോക്കി, അവരുടെ ജാതി നോക്കി, അവരുടെ രാഷ്ട്രീയം നോക്കി പുസ്തകങ്ങളിലേക്ക് അടിക്കുക എന്നുള്ളത് കൊണ്ട് സാഹിത്യ ആസ്വാദനത്തിൽ നിന്നും നമ്മളുടെ കുട്ടികൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, വ്യാകരണത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പോലും പഠിപ്പിക്കാത്തതുകൊണ്ട് പലപ്പോഴും എഴുതുന്ന വാചകങ്ങളുടെ അർത്ഥം അവർക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് എഴുതുന്നത് എന്നവർ മനസ്സിലാക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ പത്രങ്ങളിൽ സ്ഥിരം കാണുന്നൊരു ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിടികിട്ടാ പുള്ളിയെ പിടിച്ചു. അതെങ്ങനെ പിടികിട്ടാ പുള്ളിയെ പിടിക്കുന്നത്? പിടിച്ചെങ്കിൽ പിന്നെ അയാൾ പിടികിട്ടാ പുള്ളിയാവുകയാണ്. ഇത് പത്രക്കാരനോട് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലാവില്ല. അതിലത്തെ തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. പിടികിട്ടാ പുള്ളിയെ പിടിച്ചു എന്നുള്ള അതിലത്തെ തെറ്റ് എന്നാണ്. എന്തപ്പോൾ അതിനോട് മറുപടി പറയുക? നമ്മൾ ഈ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ആ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൊരു ബോർഡ് തൃശ്ശൂർക്കാരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈയിടെ അതൊക്കെ ചായ ഒടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ക്ഷയരോഗ കേന്ദ്രം എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. തൃശ്ശൂർ ക്ഷയരോഗ കേന്ദ്രം എന്നൊരു ബോർഡ് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ക്ഷയരോഗത്തിന് ചികിത്സിക്കുന്ന സ്ഥലം എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? അതോ തൃശ്ശൂരെ ക്ഷയരോഗത്തിൻ്റെ കേന്ദ്രം അതാണ് എന്നാണ്? ഇത് പ്രാഥമികമായ തെറ്റുകളാണ് പല ദിക്കുകളിലും ഇത് ചെയ്യുന്നത്. ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ സ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ചൊരു കുട്ടിയെ പാമ്പ് കടിച്ച് കുട്ടി മരിക്കുകയൊക്കെ ഉണ്ടായി. ആ ദുഃഖ സംഭവത്തിന് ശേഷം ക്ലാസ്സൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അധ്യയനം തുടങ്ങിയപ്പോൾ സർക്കാർ ഇറക്കിയ ഒരു കൽപ്പനയുണ്ട്. DU അയച്ചു കൊടുത്താണ് സ്കൂളിലേക്ക്. ആ കൽപ്പന ഇങ്ങനെയാണ്: അധ്യയനം തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സിൽ അധ്യാപകർ പഴുതാര, തേൾ, എട്ടുകാലി തുടങ്ങിയ ക്ഷുദ്രജീവികളില്ല എന്ന് ഉറപ്പുവരുത്തണം. എത്ര ഈ വാചകത്തിൻ്റെ അർത്ഥം? പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ് മുറിയിൽ അധ്യാപകർ തേള്, പഴുതാര തുടങ്ങിയ ക്ഷുദ്രജീവികളില്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന്. ഇത് ശരിയായ വാചകം ആണ് എന്നുള്ള നിലയിലാണ് പ്രയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എല്ലാ സർക്കാർ ഓഫീസുകളിലും പതിക്കുന്ന ഒരു പരസ്യമുണ്ട്: കൈക്കൂലിക്കും ഭീഷണിക്കും വഴങ്ങി വോട്ട് ചെയ്യാതിരിക്കുവിൻ. സർക്കാർ നിങ്ങളോട് എന്താ പറയുന്നത്? വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യരുതെന്നോ? കൈക്കൂലിക്കും ഭീഷണിക്കും വഴങ്ങാതെ വോട്ട് ചെയ്യുവിൻ എന്ന് പറയേണ്ടതാണ് കൈക്കൂലിക്കും ഭീഷണിക്കും വഴങ്ങി വോട്ട് ചെയ്യാതിരിക്കുവിൻ എന്ന് പറയുന്നത്. ഇതിലെ തെറ്റുകൾ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും. പിന്നെ മലയാളത്തിൽ അതിസമ്പന്നമായൊരു വർണ്ണമാലയാണ്. ഒരുപക്ഷെ സംസ്കൃതത്തെക്കാൾ സമ്പന്നമായ വർണ്ണമാല നമുക്കുണ്ട്. ആ വർണ്ണമാലയുടെ സാധ്യതകൾ ചൂഷണം ചെയ്യുന്നതിന് പകരം പല അക്ഷരങ്ങളും
വെട്ടിക്കുറച്ച് വികൃതമാക്കി മാറ്റി തീർക്കുകയാണ്. അച്ചടിയുടെ സൗകര്യം നോക്കിയിട്ടാണ് അത്രേ. ടൈപ്പിങ്ങിന് കമ്പ്യൂട്ടറിൽ നമുക്ക് കിട്ടുമ്പോൾ ഇത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പഴയ പോലെ തന്നെ ഇരട്ടിച്ച് അച്ചടിക്കേണ്ടതൊക്കെ ഇരട്ടിച്ച് അച്ചടിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആന പുറത്ത് കയറി എന്ന് എഴുതി കഴിഞ്ഞാൽ ആനപ്പുറത്ത് കയറി എന്ന് നമ്മൾ ധരിക്കണം. മേശ പുറത്ത് വെച്ച് എഴുതി എന്ന് വെച്ച് കഴിഞ്ഞാലോ മേശപ്പുറത്ത് വെച്ച് എഴുതി എന്നുള്ള അർത്ഥമാണ് കണക്കാക്കുന്നത്. ഇത് അക്ഷരങ്ങൾ വർണ്ണങ്ങൾ കുറവുള്ള ഒരു ഭാഷയ്ക്ക് ചിലപ്പോൾ സ്വീകാര്യമാവാം. പക്ഷെ വർണ്ണങ്ങളിൽ സമ്പന്നമായൊരു ഭാഷയുടെ ആ സമ്പത്തിനെ ചൂഷണം ചെയ്യാതെ വിവരക്കേട് പറയുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. സംസ്കൃതത്തിൽ അങ്ങനെയല്ലേ എന്ന് ചോദിക്കും. സംസ്കൃതത്തിൽ എങ്ങനെയായിരിക്കാം, പക്ഷെ സംസ്കൃതത്തിൽ അങ്ങനെയാണ് എന്ന് വെച്ച് മലയാളത്തിൽ അങ്ങനെ ആവണമെന്നുണ്ടോ? സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഭാഷയുടെ പഴക്കത്തിനോ അല്ലെങ്കിൽ പുതുമയില്ലായ്മയ്ക്കോ ലക്ഷണം ഒന്നുമല്ല. ഇപ്പോൾ അധ്യക്ഷൻ പറയുകയുണ്ടായി സി വി രാമപിള്ളയുടെയും ചന്തുമേനോൻ്റെയും ഭാഷകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട്. സി വി രാമപിള്ളയുടെ ഭാഷയിൽ ഒരുപാട് സംസ്കൃത പദങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് ആളുകൾക്ക് സ്വീകാര്യമല്ലാതായിരിക്കുന്നത് എന്നാണ്. സംസ്കൃത പദങ്ങളുടെ ആധിക്യം അത്ര വലിയൊരു അപരാധം ആണ് എന്നുണ്ടെങ്കിൽ നീലാരണ്യ നിജോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ നിന്നോ ചങ്ങമ്പുഴ എഴുതി സുരഭില മൃഗമത തിലകിത ഭാലം സുമസമ സുലളിത മൃദുല കപോലം നളിനദള മോഹന നയന വിലാസം നവകുന്ദ സുമസുന്ദര വരമന്ദഹാസം ഘനനീല വിപിന സമാന സുകേശം കുനുകുന്തള വലയാങ്കിത കർണാന്തിക ദേശം എന്ന് ചങ്ങമ്പുഴ എഴുതി. ഇത് സംസ്കൃതമാണോ മലയാളമാണോ? സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, അത് ആ സന്ദർഭത്തിൻ്റെ താളത്തോടും ആ സന്ദർഭത്തിൻ്റെ ഔചിത്യത്തോടും യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും നമ്മളുടെ ക്ലാസ്സുകൾ ചർച്ച ചെയ്യാറില്ല. മറ്റൊന്ന് നിരൂപണ രംഗം ആണ്. നിരൂപണ രംഗത്തിലും ഒരുപാട് പാളിച്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് 70% നിരൂപണവും ചെയ്യുന്നത്. ഒരു കാര്യത്തിലും പുതിയ അന്വേഷണം നടക്കുന്നുണ്ടോ? ഉദാഹരണമായിട്ട് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ദുലേഖയിൽ ഒരു വലിയ വൈകല്യം സംഭവിച്ചിട്ടുണ്ട്. ഇന്ദുലേഖയിലെ സൂര്യ നമ്പൂതിരിപ്പാട് നമ്പൂതിരി കുടുംബങ്ങളിലെ മൂത്ത മകനാണ്. കണ്ണേരി മൂർക്കില്ലത്ത് മഹൻ മൂസാണ്. മഹൻ മൂസ എന്ന് വെച്ചാൽ മൂത്തയാളാണ്. മഹൻ മൂസ ആയിട്ടുള്ള ഒരാൾ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ചന്തുമേനൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. രോഗിയോ ഭ്രാന്തനോ അല്ലെങ്കിൽ നമ്പൂതിരി കുടുംബങ്ങളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മഹൻ മൂസ് ചുരുങ്ങിയത് ഒരു വേളിയെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. സന്തത്യർത്ഥം 2 അന്തർജനങ്ങളും ആഭിജാത്യത്തിനൊരു തമ്പരാട്ടിയും നേരമ്പോക്കിനൊരു വാരസ്യാരും എന്നുള്ളതാണ് അവരുടെ ഒരു പൊതു സമ്പ്രദായം. ഇത് ഈ മഹൻ മൂസ് വേളി കഴിച്ചിട്ടില്ല എന്നാണ് ചന്തുമേനോൻ പറഞ്ഞത്. അയാളുടെ അനുജന്മാർ 2 പേര് വേളി കഴിച്ചിട്ടുണ്ടെന്ന്. അങ്ങനൊരു ഇല്ലം മലബാറിലുണ്ടാവില്ല. ആ കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല. ഇന്ദുലേഖയെ പറ്റിയുള്ള ധാരാളം പഠനങ്ങൾ നടന്നിട്ടും ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നില്ല. അങ്ങനെ ഓരോ ദിക്കിലും കുമാരനാശാൻ്റെ നളിനി എന്നുള്ള കാവ്യം എത്രയോ നിത്യചൈതന്യയതി ഉൾപ്പെടെ സനുമാഷ് നിത്യചൈതന്യതി ഉൾപ്പെടെ ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ആശാൻ പറയാതെ പറഞ്ഞത് അതിലെ നായകനായ ദിവാകരൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ട കഥയാണ്. നാരായണഗുരുസ്വാമി ജീവിച്ചിരിക്കുന്ന കാലമായതുകൊണ്ട് ആശാൻ അത് തുറന്നു പറയാൻ മടിയുണ്ടായിരുന്നു. ആശാൻ അത് നിഗൂഢമാക്കി വെക്കുകയാണ് ചെയ്ത്. ആ പുസ്തകത്തിന് AR തമ്പുരാൻ എഴുതിയ ഒരാമുഖമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു നളിനിയിലെ അടിസ്ഥാന രസം സംഭോഗ ശൃംഗാരം തന്നെയാണ് എന്ന്. ആ ആമുഖം വായിച്ചിട്ട് പ്രസ്താവനയിൽ കുമാരനാശാൻ പറഞ്ഞു, കവിമര്യാദയനുസരിച്ച് ഞാൻ മറച്ചു വെച്ചത് ഏതൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ തന്നെ തമ്പുരാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
ആഗതർക്ക് വിഹകസ്വരങ്ങളാൽ സ്വാഗതം പറയും ഈ സരോജിനി യോഗിയെ വശകനാക്കി രമ്യഭൂഭാഗഭംഗികൾ ഹരിക്കുമാരെയും എന്നാശാൻ എഴുതി. ഈ ആഗതർക്ക് വിഹകസ്വരങ്ങളാൽ സ്വാഗതം പറയും ഈ സരോജിനി, സരോജിനി എന്ന് വെച്ചാൽ താമരപ്പൊയ്കയാണ്, നളിനിയാണ്. യോഗിയെ വശകനാക്കി, നളിനി യോഗിയെ വശകനാക്കി എന്ന് തന്നെയാണ് ആശാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചാഞ്ഞു വീണ് മരിക്കുന്ന നളിനിയെ എടുത്തു മാറ്റിയപ്പോൾ നിർമാല്യമാല്യം പോലെ എന്നാണ് ആശാൻ ഉപയോഗിച്ചത്. ദേവന് സമർപ്പിക്കുന്നതാണ് നിർമാല്യം. ദേവൻ സ്വീകരിച്ചു കഴിഞ്ഞാലാണ് അത് നിർമാല്യമാവുക. ദേവന് സമർപ്പിക്കുന്ന നൈവേദ്യം ദേവൻ സ്വീകരിച്ചു കഴിഞ്ഞാലാണ് നിർമാല്യം ആയി മാറിത്തീരുക. ആ നിർമാല്യമാല്യം പോലെ അടിച്ചു മാറ്റി എന്നാണ്. ഇങ്ങനെ ഓരോ പുനർവായനയിലും വരുന്ന പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മളുടെ നിരൂപണം കടന്നു പോകുന്നേയില്ല. അതൊരു വലിയ വൈകല്യമാണ് എന്നെനിക്ക് തോന്നുന്നു. പഴയ ആളുകൾ പറഞ്ഞതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. ഓരോ പുസ്തകവും പുതിയ രീതിയിൽ വായിക്കുക എന്നുള്ളത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഭാഷാശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ട് നിരൂപണം പലപ്പോഴും സഹൃദയത്വത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു പരാതി കൂടി എനിക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ തൽക്കാലം ഞാനിതിൽ പറയുന്നുള്ളൂ. നമ്മളുടെ സിലബസുകൾ മലയാള സാഹിത്യം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന മറ്റുള്ളതാവണം. അതല്ലാതെ മലയാളത്തിലെ ദളിത് എഴുത്തുകാർ എത്രയാണ്, പ്രാദേശികമായിട്ടുള്ള പ്രാതിനിധ്യം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇത്തരം വികല ചിന്തകൾ സാഹിത്യത്തിലില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതാണ്: എഴുത്തുകാർക്ക് സംവരണമാവാം, പക്ഷേ സാഹിത്യത്തിന് സംവരണം ഇല്ല എന്നുള്ളതാണ്. സാഹിത്യത്തിൽ ഒറ്റ ഇതേ ഉള്ളൂ, നല്ല കൃതി, നല്ലതല്ലാത്ത കൃതി എന്നുള്ളതാണ്. അത് ആരെഴുതി എന്നുള്ളതല്ല പ്രസക്തി. അത് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. അടുത്തതായി എം തോമസ് മാത്യു സാർ സംസാരിക്കുന്നു. സ്നേഹിതരെ, നമ്മുടെ നോവലിൻ്റെയും കവിതയുടെയും നിരൂപണത്തിൻ്റെയും ഒക്കെ ഭാഷകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാവുന്ന അവസ്ഥയിൽ നമ്മളെത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് സാഹിത്യവും ഭാഷയും തമ്മിലുള്ള ബന്ധം? എളുപ്പം ഉത്തരം പറഞ്ഞു കളയാം എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയല്ല ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ചോദ്യം നിങ്ങളോടല്ല, ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഉത്തരം കിട്ടാൻ പ്രയാസമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ചോദിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ കവിതയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഭാഷയ്ക്ക് ആവശ്യത്തിലേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നുവോ എന്നെനിക്ക് സംശയമുണ്ട്. വാൽമീകി രാമായണം വായിച്ചിട്ട് അതിൽ നിന്ന് ഒരു പുനരാവിഷ്കാരത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഭാഗം യുദ്ധകാണ്ഡമാണ് എന്ന് വിചാരിച്ച ഒരു കവി നമുക്കുണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ കവിതയുടെ ആരംഭം എന്നാണ് വെച്ചിരിക്കുന്നത്. യുദ്ധകാണ്ഡം എടുക്കുമ്പോഴുള്ള സൗകര്യം ധാരാളം വർണ്ണനയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ്. തൻ്റെ ഭാവനയ്ക്ക്, തൻ്റെ വാക്സാമർത്ഥ്യത്തിന് സ്വൈരമായി വിവരിക്കാൻ കഴിയുന്ന വലിയ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് അവിടെ പോകുന്നത്. അതിൻ്റെ അർത്ഥം രാമായണത്തിൻ്റെ മനുഷ്യദർശനം ഞാനിത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൂടിയാണ്. വാൽമീകി രാമായണം വായിച്ചിട്ട് അത് പുനരാഖ്യാനം ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. ഇത് ഒരു ശ്രീരാമ കവിക്ക് മാത്രം സംഭവിച്ച പ്രശ്നമല്ല. പുനർ നമ്പൂതിരിക്ക് രാമായണം ചമ്പു എഴുതിയ കവിക്ക് രാമായണത്തിൻ്റെ പല ആഖ്യാനങ്ങൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതാണോ ഈ തരത്തിൽ ഭാഷയെ ഒരു മിടുക്ക് എന്ന നിലയ്ക്ക് പ്രകടിപ്പിക്കുന്നതാണോ സാഹിത്യത്തിൻ്റെ
ഭാഷയുടെ പ്രശ്നം എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ നിന്നല്ലാത്തതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. സ്റ്റെഫൻ സ്വൈഗിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം സിൽവർ സ്ട്രിങ്സ് എന്ന് പറയുന്ന സമാഹാരം അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആ കൃതി പ്രസിദ്ധീകരിക്കാൻ ഏറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രസാധകന്മാർ മുമ്പോട്ട് വെച്ച ഒരു വ്യവസ്ഥ അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകവും അവർക്ക് തന്നെ കൊടുക്കണമെന്നാണ്. അത്രമാത്രം അംഗീകാരം നേടിയ ഒരു പുസ്തകമായിട്ടാണത് വരുന്നത്. നിരൂപകന്മാരതിനെ കൊണ്ടാടി, വായനക്കാർക്ക് ഏറ്റവുമൊക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും അതിനൊരു പുനഃപ്രസിദ്ധീകരണം ഉണ്ടാകരുത് എന്ന് സ്വൈഗ് തീരുമാനിച്ചു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ പുസ്തകം പരിപൂർണമായി ഉപേക്ഷിക്കുകയും ചെയ്തു. അത് ഉപേക്ഷിക്കാൻ എന്താണ് കാരണം എന്ന് സ്വൈഗിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, ആ കവിതകൾ ഉണ്ടായത് ഭാഷാ കൗതുകത്തിൽ നിന്നാണ്. ഭാഷയുടെ ചില പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നതിൻ്റെ ഒരു സുഖം കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അല്ലാതെ ജീവിതത്തിലെ ഏതെങ്കിലും സമസ്യയെ അഭിമുഖീകരിക്കാനല്ല ഞാൻ ആ കൃതി എഴുതിയത് എന്നാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നതെന്നാണ്. ഇതൊരു കൗതുകം എന്ന നിലയ്ക്ക്, ഭാഷയിലുള്ള ഒരു മിടുക്കുകാട്ടൽ എന്ന നിലയ്ക്ക് വരുന്ന എല്ലാ കൃതികളും പതുക്കെ പതുക്കെ തിരസ്കരിക്കപ്പെടും എന്നതാണ് പ്രശ്നം. ആ കൗതുകമില്ലാതെ ഈ എന്താണ് ഇതിൻ്റെ ബന്ധം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ഈ 80 കിലോഗ്രാം തൂക്കമുള്ള ശരീരമാണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മളല്ല എന്ന് ഉറപ്പിച്ച് പറയും. പക്ഷേ ഇങ്ങനൊരു ശരീരമില്ലാതെ എനിക്കിരിക്കാനൊന്നും വൃത്തിയില്ല. ഞാൻ ഉണ്ടാവണമെങ്കിൽ ഈ ശരീരം ഉണ്ടാവുകയും വേണം. പക്ഷേ ഈ ശരീരം ഞാനല്ല താനും. ഇതുതന്നെയാണ് സാഹിത്യത്തിലെ ഭാഷയും സാഹിത്യം തമ്മിലുള്ള ബന്ധം. ഈ ഭാഷയിലൂടെ അല്ലാതെ ഇതിന് അവതരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഈ ഭാഷയല്ല ആ കവിതയോ നോവലായിത്തീരുന്നത്. ഈ തരത്തിൽ നമുക്ക് വ്യവച്ഛേദിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു ലോകത്തിലാണ് വ്യവഹരിക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ പ്രതിഭയുടെ ഭാഗമായി ഇത് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുന്ന കവിത വരുമ്പോഴാണ് അത് യഥാർത്ഥമായ കവിതയായിട്ട് തീരുന്നത്. എഴുത്തച്ഛനെ മെച്ചപ്പെന്ന് പറയുന്ന അതാണ്. എത്ര മലയാള പദങ്ങൾ പ്രയോഗിച്ചു, എത്ര സംസ്കൃത പദങ്ങൾ പ്രയോഗിച്ചു, അനായാസമായി നമുക്ക് അന്വയം മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെയുള്ളതല്ല പ്രശ്നം എന്ന് എനിക്ക് തോന്നും. അവിടെയാണ് ഈ ചെറുശ്ശേരിയും എഴുത്തച്ഛനും തമ്മിലൊന്നും താരതമ്യമില്ലാതായിത്തീരുന്നത്. രണ്ടുപേരുടെയും മലയാളമൊക്കെ ഏതാണ് ഒരുപോലെയൊക്കെ ഇരിക്കും. പക്ഷേ വ്യത്യാസം ഈ എഴുത്തച്ഛൻ ഈ വാക്കുകൾ എഴുതുമ്പോൾ ഈ വാക്കുകളിലേക്ക് താൻ സംക്രമിക്കുന്നു, തൻ്റെ ജീവിതബോധം സംക്രമിക്കുന്നു. ഈ ലോകത്തെ സംബന്ധിച്ച്, ഈ ലോകത്തിൽ നടനമാടുന്ന മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് തൻ്റെ ദർശനമെന്ത് എന്നുള്ള കാര്യം ഈ വാക്കുകളിൽ പ്രവേശിക്കുന്നു. ഇതൊന്നുമില്ലാതെ ചെഞ്ചമ്മേ പോലെ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെറിയ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത്. ഈ രണ്ട് വീക്ഷണങ്ങളും സമാന്തരമായി നമ്മുടെ സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു വിനോദമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളും ഇത് രക്തം പൊടിയുന്ന ഒരനുഭവമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളും ഒരുപോലെ വ്യാപരിക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ സാഹിത്യത്തിൻ്റേത്. നമ്മൾ ഓർക്കണം. ഇതിലേത് സ്വീകരിക്കുന്നു എന്നുള്ളത് കാലത്തെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. കാലം ഈ വിനോദങ്ങളെയൊക്കെ തിരസ്കരിക്കുകയും കാതലായി നിൽക്കുന്നതിനെ കൈക്കൊള്ളുകയും അത് കരുതി വയ്ക്കുകയും ചെയ്യും എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ വ്യവച്ഛേദിക്കേണ്ടത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ കവിത വേറെ വിധം സംവേദനം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പണ്ടത്തേതിനേക്കാളൊക്കെ പ്രസിദ്ധീകരണ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എഴുതുന്ന നിമിഷത്തിൽ പ്രസിദ്ധീകരണവും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും ഭാഷയെ സംബന്ധിച്ചോ ഭാഷ സംവേദനം ചെയ്യുന്ന അർത്ഥത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെ സംബന്ധിച്ചോ ആലോചിക്കാതെ ഉദാസീനമായി കാര്യങ്ങൾ എഴുതിപ്പോവുകയും എഴുതിയതങ്ങനെ തന്നെ ആസ്വാദകൻ്റെ മനസ്സിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ നിരൂപണം എന്ന് പറഞ്ഞാൽ ഒന്ന് ലൈക്കാണ് അല്ലെങ്കിൽ ഡിസ്ലൈക്കാണ്. ഇങ്ങനെ രണ്ടല്ലാതെ നമുക്കിപ്പോൾ ആസ്വാദനവുമില്ലാതെ തന്നിരിക്കുകയാണ്. ഈ തരത്തിൽ പുതിയ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം സാഹിത്യത്തിനും മനുഷ്യൻ്റെ ചിന്തയ്ക്കും മനുഷ്യൻ്റെ ഭാവത്തിനും മനുഷ്യരെക്കുറിച്ചുള്ള സങ്കല്പത്തിനും ഉണ്ടാക്കുന്ന പരുക്കുകൾ വളരെ വലുതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ കവിതകൾ
അതേ രീതിയിൽ പൂർണ്ണമായും ആസ്വദിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇങ്ങനൊരു ആപത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇതിന് പരിഹാരമായി ഇപ്പോൾ ചില ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏത് വാക്കും സഭ്യം അല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്ന വാക്കുകൾ പോലും നമ്മുടെ കവിതയിലും നമ്മുടെ സാഹിത്യത്തിലും അനായാസമായി കടന്നു വരുന്നുണ്ട്. അത് പിടിച്ചിരിക്കുന്നൊരു ധൈര്യമാണ്, ഒരു വീറാണ്, ഞങ്ങൾ സത്യം പറയാൻ തീരുമാനിച്ചവരാണ് എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ പ്രയോഗിക്കുന്നത്. ഇതിനകത്ത് സത്യത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല, മറിച്ച് ഒരു 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 ഉളുപ്പില്ലായ്മ എന്നൊക്കെ ആളുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഈ നഗ്നത എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ആകർഷണീയമായ കാര്യമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെയൊക്കെ സങ്കല്പം നമ്മൾ ഈ വസ്ത്രം ഉരിഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൻ്റെ പ്രതിമ പോലെ ഒരു സാധനമാണ് ഉണ്ടാകാത്തത്. അങ്ങനെയൊന്നുമല്ല. ദാവീദിൻ്റെ പ്രതിമയുമല്ല, വീനസിൻ്റെ പ്രതിമയും ഒന്നുമല്ല, വളരെ വൾഗറായ ഒരു സാധനമാണ് ഇതിൻ്റെ ഈ വസ്ത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ അറിയണം. അത് ആ വൾഗാരിറ്റി മുഴുവനും നമ്മുടെ സാഹിത്യത്തിലേക്ക്, നമ്മുടെ കവിതയിലേക്ക് കടന്നു വരുന്നു. ചില അവയവങ്ങളുടെ പേര് പറഞ്ഞാൽ ആളുകളെ ഞെട്ടിക്കാൻ തൽക്കാലം കഴിഞ്ഞു വരും. ഈ ഞെട്ടൽ എന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡ് നേരത്തേക്കുള്ളതാണ്. അതിൽ ഞാൻ പിന്നെ ഞെട്ടലൊന്നുമില്ല. പിന്നെ ഇയാൾ എന്തെഴുതി എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾ ആലോചിക്കുന്നുമില്ല. ഈ തരത്തിൽ ഭാഷയുടെ ശുദ്ധിയെ സംബന്ധിച്ച്, ഭാഷ ആവിഷ്കരിക്കുന്ന മനസ്സിൻ്റെ വളരെ സൂക്ഷ്മങ്ങളായ തലങ്ങളെ സംബന്ധിച്ചുള്ള യാതൊരു ധാരണയുമില്ലാതെ എഴുതിപ്പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. ധ്വനിയെക്കുറിച്ചൊക്കെ പോലും നമ്മൾ സങ്കല്പിച്ചിരുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ധ്വനി എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടി പറയാൻ കഴിയുന്ന ഒന്നല്ല. എല്ലാ അർത്ഥങ്ങളും പറഞ്ഞു കഴിഞ്ഞാലും വേറെ എന്തോ കൂടി പറയാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്താൻ കൂടിയുണ്ട് എന്ന് തോന്നുന്ന മട്ടിൽ എഴുതുന്ന പറഞ്ഞാൽ മനഃപൂർവ്വം എഴുതുന്നതല്ല. വാക്കിന് അങ്ങനെ ഓരോ സ്വഭാവവിശേഷം കൂടിയുണ്ട്. പണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീ നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങളും നീ പണിയാത്ത വീടുകളും നീ കുടിക്കാത്ത കിണറുകളും നിനക്ക് കിട്ടും എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്തത്. അതുപോലെ നീ നനയ്ക്കാത്ത അർത്ഥങ്ങൾ നിൻ്റെ വാക്കിന് തരും എന്നാണ് ദൈവം കവികൾക്കും സാഹിത്യകാരന്മാർക്കും കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. ആ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ദിവ്യമായ ആ വാക്ക് പാലിക്കുക എന്നത് എഴുത്തുകാരൻ്റെ ബാധ്യതയാണ്. അതിന് വിധേയപ്പെടുക എന്നത് എഴുത്തുകാരൻ്റെ ബാധ്യതയാണ്. അതിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായും തന്നെ ഈ തന്നിൽ തന്നെ വർദ്ധിക്കുന്ന ഈ ശക്തിവിശേഷത്തിന് സമർപ്പിക്കുക എന്നതാണ്. പക്ഷേ നമുക്ക് ചില ആവേശങ്ങളും ചില ആശയങ്ങളുമൊക്കെ പറയണം എന്നുള്ളതല്ലാതെ ആ തരത്തിൽ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയായിട്ടാണ് ഈ വാക്ക് നിൽക്കുന്നത് എന്ന വിചാരമില്ലാതായിത്തീരുന്നു. തനിക്ക് ലഭിച്ച ഒരു സത്യത്തിൻ്റെ അസ്പഷ്ടമായ ദർശനത്തെ എങ്ങനെ സ്പഷ്ടമാക്കി തീർക്കാം, എങ്ങനെ സ്ഥൂലവേദ്യമാക്കി തീർക്കാം എങ്ങനെ തിടം കൊള്ളിക്കാം എന്നുള്ള അന്വേഷണമാണ് സാഹിത്യകാരൻ നടക്കുന്നത്. ആ തന്നിലേക്ക് തന്നെ നടത്തുന്ന ഒരു അന്വേഷണമാണ്. ഇതല്ലാതെ ആളുകളെ ഞെട്ടിക്കാൻ വേണ്ടിയോ ആളുകൾ സംവേദനം ചെയ്യാൻ വേണ്ടിയല്ല തന്നോട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. തന്നിൽ എരിയുന്ന ഒരു സത്യത്തെ, തൻ്റെ മനസ്സ് എങ്ങനെയോ കണ്ടു എന്ന് തോന്നിയ ഒരു സത്യത്തെ പൂർണ്ണമായും കാണാൻ വേണ്ടി, പൂർണ്ണമായും സ്വാംശീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ്. ഇതാണ് ഭാഷയെ സംബന്ധിക്കുന്ന പ്രശ്നം. ആ ഒരു അർപ്പണത്തിൻ്റെ അംശം, ആ ഒരു നിധിധ്യാസത്തിൻ്റെ അംശം, ആ ധ്യാനത്തിൻ്റെ അംശം നമ്മുടെ എഴുത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അതിൻ്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷയിൽ വരുന്ന ചില തെറ്റുകളുടെ പ്രശ്നമല്ല, ചില അവ്യക്തതകളുടെ പ്രശ്നമല്ല, മറിച്ച് ഭാഷയുടെ ശുദ്ധിയുടെ പ്രശ്നം, വ്യാകരണത്തിൻ്റെ പ്രശ്നം പോലുമല്ല, ആത്മാവിൻ്റെ ശുദ്ധിയുടെ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആത്മശുദ്ധി എങ്ങനെയോ നമുക്ക് കൈമോശം വന്നു എന്നുള്ള ഭയം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു. നന്ദി.
തുടർന്ന് സംസാരിക്കുന്നത് ശ്രീ കാവുമ്പായി ബാലകൃഷ്ണൻ. പ്രിയമുള്ളവരെ, മലയാളത്തിലെ 3 പ്രമുഖ എഴുത്തുകാരാണ് ഇതുവരെ സംസാരിച്ചത്. അതുകൊണ്ടാണ് അല്പം സമയം അവർ കൂടുതലെടുത്തതും. എനിക്ക് വളരെ കുറച്ചേ പറയാനുള്ളൂ. കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതലാകുമ്പോൾ അധ്യക്ഷൻ പറഞ്ഞാൽ മതി. 2 കാര്യങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, മലയാളത്തിലെ നേരത്തെ കുര്യാസ് സാറ് സൂചിപ്പിച്ച കുറേയേറെ നോവലുകൾ പറഞ്ഞു. അതിൽ പറയാത്തൊരു നോവൽ, അതിലൊരു ഭാഷ, അതിലിങ്ങനെയാണ് തുടങ്ങുക. ആ നോവൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അസ്തപർവ്വത നിതംബത്തെ അഭിമുഖീകരിച്ച് ലംബമാനമായ അംബുജബന്ധു ബിംബത്തിൽ നിന്നും അമ്പരമധ്യത്തിൽ വിസൃമരങ്ങളായി ബന്ധുരങ്ങളായ കിരണകന്തളങ്ങൾ ബദരീനാഥ ക്ഷേത്രത്തിൻ്റെയും ഹിമാലയ മഹാഗിരിയുടെ തുങ്കങ്ങളായ ശൃംഗപരമ്പരകളുടെയും അധഭ്രശുഭ്രകളായ ഹിമസംഹതികൾ പ്രതിബിംബിച്ച് പ്രകാശിച്ച് ദാക്ഷിണാത്യനായൊരു മന്ദമാരുതൻ സാനുപ്രദേശങ്ങളിൽ സമൃദ്ധങ്ങളായി വളർന്നിരിക്കുന്ന മഹീരുഹങ്ങളിൽ പ്രഭാതാൽ പ്രഭൃതി വികസ്വരങ്ങളായി നിൽക്കുന്ന സുരഭിലതരങ്ങളായ കുസുമങ്ങളുടെ പരിമള ധോരണിയെ അതിഥ്യകളിലേക്ക് പ്രസരിപ്പിച്ച ഒരു വാചകമാണ്. ഇപ്രകാരം യാതൊരു വ്യത്യാസവും പ്രതിബന്ധവും ഇല്ലാതെ സൂര്യരശ്മികൾ ഈ പർവ്വതോപരി ശൃംഗങ്ങളെ പരസഹസ്രം സംവത്സരം ശോഭിപ്പിക്കുകയും ഈ പുഷ്പങ്ങളുടെ സൗരഭ്യം ഗിരിശിഖരങ്ങളിലേക്ക് ഉദ്ഗമിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കവേ ദൂരദേശങ്ങളിൽ ജനങ്ങൾ പരസ്പരം സ്പർദ്ധിച്ച് യുദ്ധങ്ങളിൽ പ്രവർത്തിക്കുകയും പ്രബലങ്ങളായ രാജ്യങ്ങൾ ഉത്ഭവിക്കുകയും ക്ഷയിക്കുകയും ബുദ്ധിമാന്മാർ ഈ പ്രപഞ്ചം ഇപ്രകാരം ഇരിക്കുന്നതിൻ്റെ കാരണത്തെയും ഉദ്ദേശ്യത്തെയും അവധാരണം ചെയ്യുന്നതിന് നിഷ്പ്രയോജനമായി പ്രയത്നപ്പെടുകയും ചെയ്തു വരുന്നു. 2 വാചകങ്ങളാണ്. ഇതൊരു പാരഗ്രാഫാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ യാതൊരു സാധ്യതയുമില്ല. കുറേയേറെ നമ്മുടെ ശബ്ദധാരാവലിയും മറ്റും എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് അർത്ഥം മനസ്സിലാവും എന്ന് മാത്രമാണ്. ഇത് 1894 ഇറങ്ങിയ അക്ബർ എന്ന നോവലിലെ ആദ്യത്തെ ഖണ്ഡികയാണ്, ഒരു ഭാഷയാണ്. അവിടെ നിന്ന് മലയാളം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഏറ്റവും അവസാനം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വന്ന ഒരു കഥയിലെ ചില വരികളും കൂടി ഞാൻ വായിക്കുകയാണ്. കുഞ്ഞിരായൻ ദുബായിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ സുബഹിക്ക് കൊമ്പം മീശ കാണാണ്ടായി. മുത്തക്കൻ യൂസഫിൻ്റെ തൊള്ളയൊലിപ്പിച്ച ഉറക്കച്ചാലിൻ്റെ വക്കത്ത് തുന്നക്കത്തിരി കണ്ടു. കുഞ്ഞുവിയെ, ചെക്കൻ എന്തേലും സൂക്കേടുണ്ടോ? ചെക്കൻ എന്ത് സൂക്കേടെന്നായി കുഞ്ഞീവി. ഇങ്ങക്കൊക്കെയുള്ള സൂക്കേടന്നെ അവനിക്കുള്ളൂ, അല്ലാണ്ടെന്ത്? പെണ്ണൊരുത്തിയുടെ പരുത്തി വെളുപ്പുള്ള കയ്യിന്ന് ചെളുക്ക മുറിഞ്ഞ പുത്യാപ്ലക്കോര തന്നെ അടുക്കിലെ മിവെള്ളം തുളുമ്പി നാറി. ജിന്നോട് നുണ പറയില്ലട്ടോ. തത്തയടത്ത് കുഞ്ഞീവി വേറൊരു താളത്തിൽ പണ്ട് പറഞ്ഞതും അതായിരുന്നു. ഇതാണിപ്പോൾ ഏറ്റവും അവസാനത്തെ ഭാഷയാണ്. ഇതും അത്ര എളുപ്പത്തിൽ വായനക്കാരന് മനസ്സിലാകുന്ന ഒരു പ്രയോഗങ്ങളാൽ സമ്പന്നമായ ഒരു കഥയൊന്നുമല്ല. പക്ഷേ ഈ കഥ വളരെ മികച്ചതാണ്, ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിന് ഏറ്റവും മികച്ച കഥയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ വിഷുപ്പതിപ്പിൽ വന്ന കഥയാണ്. ഈ കഥ വിലയിരുത്തിക്കൊണ്ട് മലയാളത്തിലെ സുപ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, ഇത് വായിച്ച് അദ്ദേഹം വളരെയേറെ കഥയെക്കുറിച്ചൊക്കെ പ്രശംസിക്കുന്നുണ്ട്, അങ്ങേയറ്റം മനോഹരമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കും കൂടിയുണ്ട്, അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഇടയ്ക്ക് ആശ്വാസമായി ആഴ്വാർ മൊഴികളും തെയ്യവും കയറി വന്നു, പക്ഷേ സൂചകങ്ങളുടെ പെരുമഴ എന്നിട്ട് പറയുന്നത്, കൊടുത്ത വിശദീകരണങ്ങൾ പോരാ, കഥ വായിക്കാൻ ഒരു വിജ്ഞാനകോശം കൂടെ കരുതണം എന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെ വിജ്ഞാനകോശം കൂടി കരുതിയിട്ട് കഥയും കവിതയും നോവലൊക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആസ്വാദന പ്രക്രിയ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇവിടെ വസന്തമാഷ് മുൻപ് കവിതാസ്വാദനത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, കവിതാസ്വാദനം എന്ന പീഡാനുഭവം എന്നാണ്. ആ ഒരു പീഡാനുഭവം ഇപ്പോൾ ആസ്വാദകരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് നാം മാറുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വേണ്ടതില്ലെന്നോ ഈ മാറ്റമൊക്കെ മോശമാണെന്നുള്ള അർത്ഥത്തിലൊന്നല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇത് എത്ര പേർക്ക് വായിക്കാൻ കഴിയുന്നു? ഇപ്പോൾ നമ്മുടെ ഭാഷ മാറി മാറി വരമൊഴിയിൽ നിന്ന് സാഹിത്യ ഭാഷയിൽ നിന്ന് വാമൊഴിയിലേക്ക് സാധാരണ നാട്ട് ഭാഷയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. അടുത്ത കാലത്ത് ഇറങ്ങിയ രാജശ്രീയുടെ നോവൽ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും. ദാക്ഷാണി എന്നും കല്യാണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട നോവലാണ്. കാരണം എന്താണ്, അതിലെ ഭാഷയൊക്കെ എനിക്ക് വളരെ ഏറെ സുപരിചിതമാണ്. അതിലെ വാക്കുകളായാലും അതൊക്കെ എനിക്ക് നാട്ടറിയാം, എൻ്റെ നാട്ടിലെ ഭാഷയായതുകൊണ്ടാണ്. പക്ഷേ ഇത് വായിച്ച എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു, ഞങ്ങൾ ഒരു 5-6 പേജ് വായിച്ചപ്പോൾ നിർത്തി, ഞങ്ങളിതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള. ഈ ഒരു അവസ്ഥ നമ്മുടെ പല നോവലുകളുടെയും പല കഥകളുടെയും വായനക്കാരനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ വളരെയധികം പ്രാദേശികമായ ഭാഷാഭേദങ്ങളൊക്കെ വളരെ നല്ലതാണ്, ശരിയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എത്ര പേർക്ക് ഇത് മുഴുവൻ വായിച്ച് ആസ്വദിക്കാൻ കഴിയും? മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാ പ്രദേശത്തുള്ളവർക്ക് ഇതൊക്കെ വായിച്ച് ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ പ്രവണതയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു പ്രവണത വളർന്നു വരുന്നുണ്ട്. വരമൊഴി എന്നുള്ളത് ഇല്ലാതാകുന്നു, സാഹിത്യഭാഷ ഇല്ലാതായിരിക്കുന്നു, വാമൊഴിയിലേക്ക് നാം വളരെയധികം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്തോ വലിയൊരു പരിഷ്കാരമായിട്ട് കാണുന്നുണ്ടായിക്കോട്ടെ. ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്, വായനക്കാരൻ്റെ ഭാഗത്തുനിന്നൂടെ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മാത്രമല്ല, കവിതയിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ കൃഷ്ണഗാഥയിലെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ സൂചിപ്പിച്ചു. പക്ഷേ ഏറ്റവും അവസാനം വന്നൊരു കഥയിൽ 4 വരി നോക്കിക്കോളൂ. അതിൻ്റെ പേര് തന്നെ 4-5 ബായക്ക പാഠങ്ങൾ എന്നാണ്. ബായക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താണ് മനസ്സിലാവുക എനിക്കറിയില്ല. 4-5 ബായക്ക പാഠങ്ങൾ എന്നാണ്. ഇൻ്റാടത്തെ ഏറ്റവും ബെടക്ക് ബായ, പേരിലൊരു പടല തൂങ്ങാതെ ബായകൃഷിക്കാരെ മക്കളാരും സ്കൂൾ കഴിച്ചിലായ ചരിത്രമില്ല, നനക്കാൻ കുനിഞ്ഞു നിർന്ന് കെട്ടാൻ വലിഞ്ഞു കയറി, ഇങ്ങനെ പോകുന്ന കഥയാണ്. അങ്ങേയറ്റം പ്രാദേശികമായ പ്രയോഗങ്ങളാണ് അവിടെ ഉള്ളത്. ഇത് എത്ര പേർക്ക് ഇത് വായിച്ച് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഞാൻ പറയട്ടെ, ഇത് തെറ്റായ അതൊന്നും ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണെന്നൊക്കെ വിലയിരുത്തേണ്ടത് അത് ഓരോ വായനക്കാരൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവണത വർദ്ധിച്ചു വരുന്നത് മലയാളത്തെ സ്നേഹിക്കുന്നവ ഇവിടെ കണ്ണൂരുള്ളവർക്ക് കണ്ണൂരിൽ നിന്ന് കണ്ണൂരുകാർ എഴുതുമ്പോൾ അത് ചിലപ്പോൾ തിരുവനന്തപുരത്തുകാർ ഇങ്ങനെ ആസ്വദിക്കും എന്നുള്ളതാണ്. മുൻകാലത്തുള്ളവരൊക്കെ ആലപ്പുഴയായാലും മലപ്പുറമായാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള കൃതികളായാലും അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വാമൊഴികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കൃതികൾ ആസ്വദിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും നമ്മുടെ വായനക്കാർക്ക് ഉണ്ടായിരുന്നില്ല, മലയാളികൾക്ക് ഉണ്ടായിരുന്നില്ല. അത് എവിടെയാണ് അത്തരത്തിലുള്ളൊരു വിച്ഛേദം സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ട ഘട്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ സാഹിത്യ മലയാളത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സാഹിത്യത്തിൽ കഥയും കവിതയും നോവലും മാത്രം മതിയോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അത് പോരല്ലോ. ഭാഷ എന്ന മാധ്യമം ഉപയോഗിച്ച് എഴുതപ്പെടുന്ന വേറെയും പല മേഖലകളുണ്ട്, പല ശാഖകളുണ്ടല്ലോ. അതിൽ വന്ന മാറ്റങ്ങളെ കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്കിവിടെ വെക്കാനുള്ളത്. അപ്പോഴേ മലയാള ഭാഷ ക്ലാസിക്കലാണ്, ശ്രേഷ്ഠമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ക്ലാസിക്കലാകുന്നത്, എങ്ങനെയാണ് ശ്രേഷ്ഠ ഭാഷയായി മാറുന്നത്? അത് കഥയിലും കവിതയിലും നോവലും മാത്രമുള്ള സർഗാത്മക മേഖലയിൽ മാത്രമുള്ള ഒരു മാറ്റം കൊണ്ടാവില്ല. മറ്റ് ഇതര വൈജ്ഞാനിക മേഖലകളിലുള്ള കൃതികളും കൂടി ഉണ്ടാകുമ്പോഴേ അത്തരത്തിൽ ഈ ഭാഷ ശ്രേഷ്ഠമാവുകയുള്ളൂ, ക്ലാസിക്കലാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മലയാളത്തിലെ മറ്റ് മേഖല, ഇപ്പോൾ പ്രത്യേകിച്ചും ശാസ്ത്രവും മറ്റ് വൈജ്ഞാനിക മേഖലകളും കൈകാര്യം ചെയ്യുന്ന കൃതികളെ കൂടി മേഖലയിൽ വന്ന മാറ്റങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവിടുത്തെ മാറ്റങ്ങൾ കൂടി ചേരുമ്പോഴേ, അല്ലെങ്കിൽ അത്തരം മേഖലകളിലെ കൃതികളും ധാരാളമായി ഉണ്ടാകുമ്പോൾ മാത്രമേ മലയാള ഭാഷ സമ്പന്നമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഞാൻ മലയാളത്തിലെ നിരവധി ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൃതികളുണ്ട്. നല്ല ശാസ്ത്ര സാഹിത്യകാരന്മാരുണ്ട്. പക്ഷെ അവരാരും തന്നെ മോശം ഭാഷയിൽ എഴുതിയവരല്ല. അത് ശാസ്ത്രമായാലും അല്ലെ മറ്റേത് വിഷയമായാലും അതിമനോഹരമായ ഗദ്യത്തിൽ എഴുതിയവരാണ്. അത് P.T. ഭാസ്കര പണിക്കരായാലും M.C. നമ്പൂതിരിപ്പാടായാലും A.N. നമ്പൂതിരിയായാലും M.P. പരമേശ്വരനായാലും ഇവരൊക്കെ ശിവദാസായാലും അവരൊക്കെ എഴുതുന്ന ശാസ്ത്രമായിരിക്കും വിഷയം. പക്ഷെ അതേപോലെ നമ്മുടെ ഭാസ്കരൻ നായർ ശാസ്ത്രവും മറ്റ് സാഹിത്യ മേഖലകളൊക്കെ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം ഈ രംഗത്ത് വരുന്ന മാറ്റങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. 1967 തൃശ്ശൂരിൽ ചേർന്ന ഒരു സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട സെമിനാർ സാങ്കേതിക പദപ്രശ്നം മലയാളത്തിൽ എന്നുള്ളതായിരുന്നു. അന്നത് ആ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് ഡോക്ടർ M.P. പരമേശ്വരനായിരുന്നു. 1962 കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയ ഹിന്ദി പാരിഭാഷിക് ശബ്ദാവലിയിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് ഈ അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചിരിക്കുന്ന പദങ്ങളുണ്ട്, അത് നമ്മുടെ ഭാഷയിൽ അതേപോലെ ഉപയോഗിക്കാം. കാർബൺ, ഹൈഡ്രജൻ തുടങ്ങിയ വാക്കുകളുണ്ടല്ലോ, അതിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം, ഭാഷയിൽ പ്രചാരം നേടിയ പദങ്ങളുണ്ട്, ബൾബ്, സ്വിച്ച്, ബെഞ്ച് തുടങ്ങി, അതുപോലെ തന്നെ തുടരണം. 3 സസ്യശാസ്ത്രത്തിലെയും മറ്റ് ജന്തുശാസ്ത്രത്തിലെയൊക്കെ ദ്വിപദ നാമങ്ങളുണ്ട്. അതൊരു സയൻറ്റിഫിക് ടേം ഉണ്ടാവും, സാധാരണ മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ടാവില്ല, അത് അതേപോലെ തന്നെ ഉപയോഗിക്കണം. മറ്റൊന്ന്, പദങ്ങൾ തർജ്ജമ ചെയ്യുമ്പോൾ ധാത്വർത്ഥത്തെക്കാൾ അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിനാണ് ഊന്നൽ നൽകേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. 5ാമത്തെ ഒരു നിർദ്ദേശം വന്ന് വൈദ്യശാസ്ത്രവും ശരീരശാസ്ത്രവും ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ തന്നെ നമ്മുടെ ആയുർവേദത്തിലെ പദങ്ങളുണ്ടാവും. അതൊരു പരീക്ഷണാർത്ഥം അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നുള്ള 3. മറ്റൊന്ന്, തർജ്ജമ ചെയ്യുമ്പോൾ വളരെ ഹ്രസ്വമായിരിക്കണം. ഇങ്ങനെ 6 നിർദ്ദേശങ്ങൾ അദ്ദേഹം വെച്ചു. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചു. 7ാമതൊരു നിർദ്ദേശം കൂടെ അദ്ദേഹം വെച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഇംഗ്ലീഷിലെ ക്രിയാപദങ്ങളെ
മലയാളത്തിലേക്ക് മെരുക്കിയെടുക്കേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അദ്ദേഹം വെച്ച നിർദ്ദേശം ഒന്ന് ഇപ്പോൾ ടു ഫിറ്റ് എന്നുള്ള ഫിറ്റുക എന്ന് ഉപയോഗിക്കണം. ഷാൽ ഫിറ്റ് എന്നാൽ ഫിറ്റാം. ഡെവലപ്പ് എന്നുള്ള ടു ഡെവലപ്പ് എന്നുള്ള ഡെവലപ്പുക, അല്ലെ പ്ലംബിന് പ്ലംബുക, ഫോണുക, പമ്പുക, ഈ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇത് അവിടെ ആ സെമിനാറിനെ ആകെ ശബ്ദ മുഖരിതമാക്കി. വലിയ ബഹളമുണ്ട്. പണ്ഡിതനായിരുന്നു കുറുമാപ്പള്ളി കേശവൻ നമ്പൂതിരി ഇതിൽ എതിർത്തുകൊണ്ട് സംസാരിച്ചത് 45 മിനിറ്റായിരുന്നു. എന്നിട്ടും തീർന്നില്ല അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ. അപ്പോഴേ അദ്ദേഹം അന്നത്തെ അധ്യക്ഷനായിരുന്നു പി ടി ഭാസ്കര പണിക്കർ ഇടപെട്ട് അദ്ദേഹത്തോട് നിർത്താൻ പറഞ്ഞു. അതിൽ പ്രകോപിതനായ അദ്ദേഹം ഇറങ്ങിപ്പോയി. അങ്ങനെ വലിയ ഒരു ചരിത്രമുണ്ട് അതിന്. ഇതൊക്കെയായിരുന്നു അങ്ങനെ അങ്ങേയറ്റം പിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞ ആ നിർദ്ദേശം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെ വരും? ചാറ്റുക, അല്ലേ? ചാറ്റ്, ഫോണുക, പോസ്റ്റുക. ഞാൻ മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നല്ലോ പറഞ്ഞു, പോസ്റ്റുക, ഫോണുക, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ വന്നോട്ടെ. ഇതിനെ ഒട്ടും തന്നെ അസ്വാഭാവികമായിട്ടോ അത് ഒഴിവാക്കേണ്ടതായിട്ടൊന്നും കാണും. ഇതൊക്കെ സ്വാഭാവികം. ഒരു വളർച്ചയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭാഷ, നമ്മുടെ ഭാഷ ജീവൽ ഭാഷയാണ്. ജീവൽ ഭാഷയാകുമ്പോൾ ഇത്തരത്തിലുള്ള ഭാഷ ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ സംസ്കൃതത്തിന് മൃദുഭാഷ എന്ന് പറയുന്നത്. മൃദുഭാഷ ഒരു തെറ്റായ അർത്ഥത്തിലല്ല കേട്ടോ, തെറ്റായ ഒരു 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 സാങ്കേതിക പദം എന്നുള്ള അർത്ഥത്തിലാണ് ചത്തുപോയ ഭാഷ എന്നുള്ളത്. പക്ഷേ അത് 2000 കൊല്ലം മുമ്പ് എഴുതിയ കൃതിയും വായിച്ച് പഠിക്കാൻ ഇന്ന് സംസ്കൃതം പഠിക്കുന്നവർക്കും പറ്റും. പക്ഷേ ഒരു 100 കൊല്ലം മുമ്പുള്ള മലയാളം മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് മലയാളം പഠിക്കുന്നവർക്കും ആവില്ല. ഭാഷ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിൽ വളരണമെങ്കിൽ, അങ്ങനെ വളർന്നാൽ മാത്രമേ ഭാഷയ്ക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ സ്വീകരിച്ചാൽ മാത്രമേ ഭാഷ വളരുകയുള്ളൂ എന്ന് ഇത് വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് മലയാളം മാധ്യമത്തിലാക്കണം വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എൻജിനീയറിംഗ് വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കണം എന്നുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് വെച്ചപ്പോൾ കേരളം ആണ് എതിർത്തത്. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു, കേരളം മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? അത് പഠിപ്പിക്കാൻ പറ്റിയ സാങ്കേതിക പദങ്ങളൊന്നും മലയാളത്തിലില്ല എന്നായിരുന്നു. എങ്ങനെ സാങ്കേതിക പദങ്ങൾ ഉണ്ടാകുമെന്നത് ഇത് 1883 മലയാളത്തിലെ ആദ്യത്തെ പ്രകൃതിശാസ്ത്രം ഫിസിക്സ് ഗ്രന്ഥം എഴുതിയ ജോഹാനസ് ഫ്രോൺ മേയർ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ ഉണ്ടാവുക? നമ്മളൊക്കെ തന്നെ സാധാരണ മലയാളം ഇംഗ്ലീഷ് പഠിച്ചവർ, മലയാളം സംസാരിക്കാൻ അറിയാവുന്നവർ, അവർ പഠിച്ച കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞു തുടങ്ങണം. അപ്പോൾ മാത്രമേ മലയാളം വളരുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാങ്കേതിക പദങ്ങളൊക്കെ ഉൾപ്പെടെ തന്നെ അവർ അറിയുന്ന മലയാളത്തിൽ പറയണം. അങ്ങനെ മാത്രമേ വാക്കുകൾ ഉണ്ടാവുള്ളൂ, വളരുള്ളൂ എന്ന് 1883 പറഞ്ഞത്. പിന്നീട് 1890 വിദ്യാവിനോദിനി മാസിക തുടങ്ങിയപ്പോൾ ആദ്യത്തെ ലക്കത്തിൽ എഴുതി നമ്മളൊക്കെ ഈ മലയാളത്തിൻ്റെ ഇന്നത്തെ ഒരു പിന്നെ വളരെ ദരിദ്രാവസ്ഥയെക്കുറിച്ചൊക്കെ പരിതപിക്കുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ മോശമായിരുന്നു 300 കൊല്ലം മുമ്പ് ഇംഗ്ലീഷ്. അങ്ങേറ്റം മോശമായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതുമായിരുന്നല്ലോ, ലാറ്റിനായിരുന്നു എല്ലാം എഴുതുക. വലിയ കാര്യങ്ങളൊക്കെ ലാറ്റിനേ പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് അങ്ങേറ്റം പരിതാപകരമായ അവസ്ഥയിലാണ്. അതിന് അന്നത്തെ അവിടെയുള്ള ദേശാഭിമാനികൾ, ഇംഗ്ലീഷ് ഭാഷയോട് സ്നേഹമുള്ളവർ, അവർ പഠിച്ച കാര്യങ്ങൾ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഇന്നിപ്പോൾ ഇംഗ്ലീഷാണല്ലോ ഏറ്റവും ലോകോത്തരമായ ഭാഷ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 300 കൊല്ലം മുമ്പ് നമ്മുടെ മലയാളത്തേക്കാളും വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ഇംഗ്ലീഷ്. അതുകൊണ്ട് മലയാളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിഹരിക്കണമെങ്കിൽ ഇംഗ്ലീഷും മലയാളവും അറിയുന്നവർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാര്യങ്ങൾ സയൻസും മറ്റ് വിജ്ഞാന ശാഖകളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ അത് മലയാളത്തിൽ പറഞ്ഞു തുടങ്ങണം. എങ്കിൽ മലയാളവും അതേ രീതിയിലേക്ക് വളരും എന്ന് 1890 വിദ്യാവിനോദിനി പത്രാശൂർ എഴുതിയ കുറിപ്പാണ്. അപ്പോൾ ഇങ്ങനെ അന്നേ പറഞ്ഞു തുടങ്ങിയിരുന്നു. അന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായാൽ മാത്രമേ മലയാള ഭാഷ ക്ലാസിക്കാണ്, ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നതിനൊക്കെ അർത്ഥം ഉണ്ടാവുള്ളൂ. എല്ലാ വിജ്ഞാന മേഖലകളിലുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ ഒരു ഭാഷ എപ്പോഴാണോ പ്രാപ്തമായിത്തീരുന്നത് അപ്പോഴേ ആ ഭാഷയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം കൊള്ളാൻ കഴിയുള്ളൂ. ആ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അവസാനമായി ശ്രീ പി സുരേഷ് സംസാരിക്കുന്നു. അദ്ദേഹവും കൂടി സംസാരിച്ച് അവസാനിപ്പിച്ചാൽ പിന്നെ കുറച്ച് സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടി നീക്കിവെക്കുന്നതാണ്. നമസ്കാരം. സാഹിത്യ മലയാളത്തിൻ്റെ പരിണാമം എന്നതാണ് നമ്മുടെ വിഷയം. ഈ വിഷയം തന്നെ വാസ്തവത്തിൽ പ്രശ്നഭരിതമായൊരു വിഷയമാണ്. അവസാനം സംസാരിച്ച ബാലകൃഷ്ണമാഷ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പലതരം മലയാളങ്ങളുണ്ട് നമുക്ക്, ഒരു മലയാളമല്ല. പൊതുവെ മലയാളം എന്ന് കേൾക്കുമ്പോഴേക്കത് സാഹിത്യ മലയാളമാണ് എന്നൊരു ധാരണ നമ്മുടെ പൊതുബോധത്തിൽ ഉറച്ചു പോയിട്ടുണ്ട്.
വാസ്തവത്തിൽ സാങ്കേതിക മലയാളം, ശാസ്ത്ര മലയാളം, വൈജ്ഞാനിക മലയാളം എന്നിങ്ങനെ പലതരത്തിലുള്ള മലയാളമുണ്ട്. ആ മലയാളത്തിന് കാലങ്ങളിലൂടെയുള്ള വളരെ സൂക്ഷ്മമായ പരിണാമഭേദങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. സാഹിത്യ മലയാളത്തിൻ്റെ പരിണാമം തന്നെ ഇവിടെ എനിക്ക് മുമ്പുള്ളവർ സൂചിപ്പിക്കേണ്ടായി. ഇപ്പോൾ നമുക്ക് സാഹിത്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ലിറ്റററിനെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി, അല്ലെങ്കിൽ കാവ്യാത്മകത എന്ന കൺസെപ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ കാലങ്ങളായി സൂക്ഷിച്ചു പോരുന്ന ചില ധാരണകളുണ്ട്. അത്തരം ധാരണകൾ കൊഴിഞ്ഞു വീണു എന്നുള്ളതാണ് ഉത്തരാധുനിക കാലത്തെ മലയാള ഗദ്യത്തിൻ്റെ അല്ലെങ്കിൽ മലയാള ഫിക്ഷൻ ഗദ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയാൻ പറ്റും. കവിതയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യ മലയാളം എന്ന മലയാളത്തിൽ എന്തു പറയുമ്പോഴും അതിനകത്ത് സാഹിത്യമുണ്ട്, സാഹിത്യപരമായി എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു സാഹിത്യപരതയുടെ ഒരു ഓറ ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതെല്ലാം കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാഴ്ചയുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കല്യാണിയും ദാക്ഷായണിയും എന്ന 2 സ്ത്രീകളുടെ കഥ എന്ന നോവൽ തന്നെ അതിന് ഉദാഹരണമാണ്. ആ നോവലിന് 2 തരത്തിലുള്ള ജന്മങ്ങളുണ്ട് എന്ന് പറയാം. ഒന്ന്, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരു നോവലാണ്. ഓരോ ദിവസവും ഓരോ അധ്യായം എന്ന നിലയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തൊരു പുസ്തകമാണ്. അതുകൊണ്ട് അതിനൊരു സോഷ്യൽ മീഡിയ ജീവിതവുമുണ്ട്, ഒരു അച്ചടി ജീവിതവുമുണ്ട്. ഇത് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു നോവലിൻ്റെ കാര്യത്തിൽ, ഇത്രയും സുദീർഘമായ ഒരു നോവലിൻ്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒന്നാണ്. അത് ഏത് തരത്തിലുള്ള ഭാഷയാണ് സംസാരിക്കുന്നത്, ഏത് സമൂഹത്തെയാണ് അത് അഭിസംബോധന ചെയ്യുന്നത് എന്നത് ഒരു പ്രശ്നമാണ്. നമുക്ക് പ്രാദേശിക ഭാഷ സംസാരിച്ച ഒട്ടേറെ കഥാപാത്രങ്ങൾ നമുക്കതിന് മുമ്പേ ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബഷീറിൻ്റെയും തകഴിയുടെയും MTയുടെയും ഉറൂബിൻ്റെയും സാറാ ജോസഫിൻ്റെയും ഒക്കെ നോവലുകളിലെ കഥാപാത്രങ്ങൾ പ്രാദേശിക ഭാഷകൾ അതാത് സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാദേശിക ഭേദവും പ്രാദേശിക വാമൊഴി വഴക്കങ്ങളും ഒക്കെ ഒരു നോവലിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആവിഷ്കാര അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത് പുതിയ കാലത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ സംഭാഷണങ്ങളൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും ഒരു പ്രമേയത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ആ മൊത്തം നോവലിൻ്റെ ഭാവാന്തരീക്ഷത്തിൻ്റെ നിയാമക ഘടകമായിട്ട് പ്രാദേശിക ഭാഷ മാറുന്നത് നമ്മൾ പുതിയ കാലത്താണ് കണ്ടുവരുന്നത്. അതിന് ഉദാഹരണമാണ് രാജശ്രീയുടെ നോവൽ, പുറ്റ് എന്ന ബിനോയ് തോമസിൻ്റെ നോവൽ, അതേപോലെ പൊനം എന്ന KN പ്രശാന്തിൻ്റെ നോവൽ, മരണവംശം എന്ന PV ഷാജികുമാറിൻ്റെ നോവൽ. ഇതിലൊക്കെ തന്നെ ആ പ്രാദേശിക ഭാഷാഭേദങ്ങളോ അത്തരത്തിലുള്ള വടക്കൻ കേരളത്തിൻ്റെ ആ മനുഷ്യന്മാർ സംസാരിക്കുന്ന അവരുടെ ജീവിതവുമായി അത്രമേൽ ഇഴുകിച്ചേർന്ന സംഭാഷണങ്ങളോ നിങ്ങൾക്ക് ആ നോവലിൽ നിന്ന് കിഴിച്ചു കളഞ്ഞാൽ ആ നോവലിൻ്റെ നിൽപ്പ് തന്നെ അപകടത്തിലാണ്. അതേസമയത്ത് മറ്റു നോവലുകളിൽ നിന്ന് സംഭാഷണ ഭാഷ ഒരുപക്ഷെ മാനക ഭാഷയിലേക്ക് മാറ്റുകയാണെങ്കിൽ പോലും ആ നോവലിൻ്റെ പ്രമേയത്തിന് അതിൻ്റെ ഭാവാന്തരീക്ഷത്തിന് വലിയ കോട്ടം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് മാനക മലയാളം എന്ന ഒരു മലയാളത്തിന് സംഭവിച്ച പരിണാമത്തെക്കുറിച്ചുകൂടി നാം സാഹിത്യ മലയാളത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ജെൻസി തലമുറയെക്കുറിച്ച്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ജനറേഷൻ അൽഫയെക്കുറിച്ച്. അവരേതു ഭാഷയാണ് സംസാരിക്കുന്നത്? അവരെ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യണമെങ്കിൽ നാം കഴിഞ്ഞ കാലമായിട്ട് ഉപയോഗിച്ചു പോരുന്നൊരു സാഹിത്യ മലയാളം കൊണ്ട് സാധ്യമാണോ? അല്ല. ഇപ്പോൾ നമുക്ക് പോലും, എൻ്റെ തലമുറയ്ക്കോ അതിന് തൊട്ട് താഴെയുള്ള തലമുറയ്ക്കോ പോലും മനസ്സിലാകാത്ത രീതിയിൽ സ്കിബിഡി എന്നൊരു പദം വരികയാണ്, പൂക്കി എന്നൊരു പദം വരികയാണ്, IDK എന്നൊരു പദം വരികയാണ്. അവരുടെ മൊബൈൽ ഫോണിലും ചാറ്റിങ്ങിലും ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആ ഭാഷ ഒരുപക്ഷെ നേരത്തെ മാഷിവിടെ പറഞ്ഞതുപോലെ ചാറ്റുക, ഫോണുക തുടങ്ങിയ പദാവലികൾ നാണയപ്പെട്ടതുപോലെ ഒരുപക്ഷെ നാളെ അത്തരമൊരു പദം വരാം. അങ്ങനെയുള്ള പദങ്ങൾ സംസാരിക്കുന്ന ഒരു തലമുറയോട് നിങ്ങൾ ഏത് സാഹിത്യ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? അവർക്ക് വേണ്ടി ഏത് തരത്തിലുള്ള നോവലാണ്, ഏതു തരത്തിലുള്ള ഗദ്യമാണ് എഴുതപ്പെടേണ്ടത് എന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബിനോയ് തോമസിൻ്റെ ആകാശവിസ്മയം എന്ന ഒരു നോവൽ ദേശാഭിമാനി വാരികയിൽ തുടർച്ചയായിട്ട് വരികയുണ്ടായി. ആ നോവലിൻ്റെ ഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതൊരു ജൻസി തലമുറയെ അഭിസംബോധന ചെയ്യുന്ന ഒരു നോവൽ ഭാഷ അതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് മുമ്പൊന്നുമില്ലാത്ത മലയാളിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അന്തർദേശീയമായ യാത്രകളുടെ ഒരു സ്വഭാവമുണ്ട്. ഒരുപാട് ദേശാന്തരങ്ങൾ തുടങ്ങി നമ്മൾ. അതോടൊപ്പം തന്നെ ദേശാന്തര ഗമനം നടത്തുന്ന നോവലുകൾ വന്നു. ഹരിദാസ് സാവിത്രിയുടെ സിൻ നോക്കൂ നിങ്ങൾ,
ഷീല ടോമിയുടെ നോവൽ നോക്കൂ. അതൊക്കെ തന്നെ ഈ ഒരുപക്ഷെ കേരളത്തിൻ്റെ അന്തരീക്ഷവും ഇന്ത്യയുടെ അന്തരീക്ഷവും വിട്ടുകൊണ്ട് വൈദേശികമായ മറ്റു രാജ്യങ്ങളുടെ അന്തരീക്ഷത്തെ ആവിഷ്കരിക്കുന്ന ഒരു ആഗോള ഭാവന, ഒരു ഗ്ലോബലൈസ്ഡ് ആയൊരു ഭാവന മലയാള ഗദ്യത്തിൽ കടന്നു വരുന്നുണ്ട്. ഈ ഗ്ലോബലൈസ്ഡ് ഭാവന കടന്നു വരുമ്പോൾ, ബഹുസംസ്കാരത്തിൻ്റെയും ബഹുഭാഷയുടേതുമായ ഒരു സംസ്കാരം കടന്നു വരുമ്പോൾ, ആ സംസ്കാരത്തെ ആവിഷ്കരിക്കുവാൻ പ്രാപ്തമായ ഒരു സാഹിത്യ മലയാളം വേണം. അതാണ് പ്രശ്നം. നമ്മൾ പഴയതുപോലെയുള്ള ഭാഷയെ, മാനക ഭാഷയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അത്തരമൊരു ജീവിതാവസ്ഥയെ ആവിഷ്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മലയാളി നോവലിസ്റ്റുകൾ അല്ലെങ്കിൽ മലയാളി ഗദ്യമെഴുത്തുകാർ വിദേശത്ത് താമസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിദേശ ജീവിതത്തെക്കുറിച്ച് എഴുതുകയോ ചെയ്യുമ്പോൾ അങ്ങനെ എഴുതുവാനുള്ള അതിന് പ്രാപ്തമായ ഒരു ഭാഷ കൂടി രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ ഭാഷയുടെ പരിണാമം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് സാഹിത്യ മലയാളത്തിൻ്റെ പരിണാമം എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യം ഓർക്കേണ്ടതുണ്ട്. നവമാധ്യമങ്ങളുടെ ഭാഷ, പുതിയ AI കാലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ മലയാള ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? നമ്മൾ ഒരുപാട് റീലുകളൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. മലയാള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന തരത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതായ ഒരു സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. അതേപോലെ പുതിയ സൈബർ സ്പേസിൻ്റെ ഭാഷ, അത്തരത്തിലുള്ള ഭാഷകൾ വ്യാപകമാകുന്ന തരത്തിൽ നമ്മുടെ ജീവിതവുമായി അത്രമേൽ ജൈവികമായി ബന്ധപ്പെടുന്ന തരത്തിൽ ഇത്തരം ഭാഷോപയോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് നമ്മുടെ ഭാഷയ്ക്ക് വലിയ പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയവും അന്തർദേശീയവുമായ തരത്തിലേക്ക് ഭാഷ വളരുമ്പോൾ, അല്ലെങ്കിൽ ഭാഷാന്തരീക്ഷം വളരുമ്പോൾ, അതോടൊപ്പം തന്നെ ഈ സമീപകാലത്ത് പ്രാദേശിക ചരിത്രത്തെ നോവൽവൽക്കരിക്കുന്ന സ്വഭാവം വന്നിരിക്കുന്നു. അതേപോലെ ദേശീയ ചരിത്രത്തെ, ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ചരിത്രത്തെ നോവൽവൽക്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ അടിത്തട്ട് മനുഷ്യരുടെ ജീവിതം കവിതയിലൂടെ ആവിഷ്കരിക്കുമ്പോൾ, സാഹിത്യത്തിലൂടെ ആവിഷ്കരിക്കുമ്പോൾ അതിന് നമുക്ക് പഴയ ഭാഷ മതിയാകാതെ വരുന്നു. അതിന് നമ്മൾ എത്രയോ കാലമായിട്ട് ഉപയോഗിച്ച് വരുന്ന നമ്മുടെ പൊതുബോധത്തിൻ്റേതായ മാനക രീതിയിലുള്ള ഭാഷ മതിയാകാതെ വരികയും അവരുടെ ജീവിതത്തെ, അവരുടെ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള ഭാഷ വേണ്ടി വരികയും ചെയ്യുമ്പോൾ സാഹിത്യ ഭാഷ അത്തരത്തിലുള്ളൊരു പരിണാമത്തിലേക്ക് മാറുകയാണ്. ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമ്മരങ്ങൾ എന്ന് നമുക്ക് ഒരു നൂറ്റാണ്ടിന് മുമ്പ് പാടാം. പക്ഷേ പുതിയ കവി അങ്ങനെ പാടാൻ തയ്യാറല്ല. കാരണം അയാളുടെ അനുഭവങ്ങൾ മറ്റൊരു തലത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് കണ്ടത്തിൽ ചിരട്ട ചെരിയും പോലെ മണ്ണട്ടയുടെ കരച്ചിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. എകരം കാരി വരുന്ന കാറ്റിൻ്റെ കൂറ്റ് എന്ന് അയാൾക്ക് പറയാൻ പറ്റൂ. എകരം കാരി വരുന്ന കാറ്റിൻ്റെ കൂറ്റ് ആണ് അയാൾ കേട്ടത് അയാളുടെ നാട്ടിൽ. അല്ലാതെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടിയ താരാട്ടാലാപമാർന്ന ശബ്ദം അയാൾക്ക് അപരിചിതമാകുമ്പോൾ തൻ്റെ പരിചിതമായ ഒരു ലോകത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങുന്നു അവർ. അങ്ങനെയാണ് ഭാഷ വളരുന്നത്. അത്തരം ഭാഷയൊക്കെ അപരിഷ്കൃതമാണ് എന്ന് പറയുന്നത് ശരിയല്ല. അത്തരം ഭാഷകൾ കൂടി ചേർന്നതാണ് മലയാളം. അപ്പോൾ മാത്രമേ മലയാളത്തിന് അസ്തിത്വമുണ്ടാകൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, നമുക്കൊരു മലയാളമല്ല ഉള്ളത്, അനേകം മലയാളമുണ്ട്. അതിലൊന്നു മാത്രമാണ് സാഹിത്യ മലയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാഹിത്യ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ പരിണാമങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും അതിന് പറ്റിയ തരത്തിൽ നമ്മൾ ഒരുപക്ഷെ പദങ്ങൾ നമുക്ക് നിർമ്മിക്കേണ്ടി വരും. നമ്മളങ്ങനെ ഒരുപാട് പദങ്ങൾ, തീവണ്ടി എന്ന മനോഹരമായൊരു പദം നമ്മൾ നിർമ്മിച്ചില്ലേ? ട്രെയിൻ എന്നതിന് അർത്ഥം അതല്ലല്ലോ വാസ്തവത്തിൽ. മാച്ച് ബോക്സിന് നമ്മൾ തീപ്പെട്ടി എന്നൊരു പദം നിർമ്മിച്ചില്ലേ? അപ്പോൾ അത്തരത്തിൽ ഉള്ള ഭാഷാ പ്രയോഗങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ നോവലിസ്റ്റുകൾ നോക്കൂ. ഒരുപക്ഷെ നമ്മൾ പൾപ്പ് നോവലുകളെന്നൊക്കെ പറയുന്ന നോവലുകളാണെങ്കിൽ പോലും അതിലേക്ക് തമിഴ് കടന്നു വരുന്നു, ഹിന്ദി കടന്നു വരുന്നു, ഇംഗ്ലീഷ് ഭാഷകൾ, ഇംഗ്ലീഷ് ആവിഷ്ടമായൊരു മലയാളം ഉണ്ടാവുകയാണ്. നേരത്തെ സംസ്കൃതാവിഷ്ടമായ മലയാളം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇന്ന് ഇംഗ്ലീഷ് ആവിഷ്ടമായ പുതിയൊരു മലയാളം ഉണ്ടാകുന്നു. തമിഴ് മലയാളം സംഭാഷണങ്ങളൊക്കെ കലർന്ന ഭാഷാ സങ്കരത്തിൻ്റെ മലയാളം ഉണ്ടാകുന്നു. ബഹുസംസ്കാരത്തിൻ്റെയും ബഹുഭാഷയുടേതുമായൊരു മലയാളം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ സാഹിത്യ മലയാളത്തിന് വളരെ കാര്യമായ കാതലായ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് കൊണ്ട് നിർത്തുന്നു. ഇനി എനിക്ക് തോന്നുന്നു അത് കാണികളുടെ സമയമാണ്. അതെ അതെ. വളരെ ചുരുക്കം സുഹൃത്തുക്കൾക്ക് ചില പ്രതികരണങ്ങൾക്കുള്ള ഒരു സമയം ആയിട്ട് ഇതെടുക്കാം.
എല്ലാ ഇംഗ്ലീഷ് വാക്കുകൾക്കും തത്തുല്യമായ മലയാളം വേണമെന്നും ആരും പറയുന്നില്ല. ഉദാഹരണത്തിന് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് മലയാളത്തിലാക്കിയാലും മനസ്സിലാവത്തില്ല. ദ്വിചക്ര ചലന ശകടം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരുകൾ, ആളുകളുടെ പേരുകൾ, ഇതൊക്കെ എന്തിനാണ് ഇംഗ്ലീഷിലാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ട്രിച്ചൂർ എന്ന് പറഞ്ഞാൽ ട്രിച്ചൂരും ആലപ്പിയും ട്രിവാൻഡ്രമൊക്കെ എന്തിനാണ് നമുക്ക് മലയാളത്തിൽ പറഞ്ഞുകൂടെ? ഇത് മലയാളികളുടെ മാത്രം ഒരു സ്വഭാവമാണ്. മറ്റുള്ള ഒരു ഭാഷക്കാരിങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അത് മാത്രമല്ല, മലയാളികളെ ഓന്തിനെ പോലെ പുറത്തു പോയാൽ പേര് മാറ്റും. നാരായണൻ നാരായണനാകും, ഗോപാലൻ ഗോപാലാവും, വാസുദേവൻ വാസുദേവാകും. മറ്റൊരു ഭാഷക്കാരും ബംഗാളികളോട് വന്നിട്ട് അവരുടെ പേര് തന്നെയാണ്, കേരളീയ പേര് ഉപയോഗിക്കാറില്ല. മലയാളത്തിലെ ഒരു പേര് അവസാനം എന്നുള്ള അവസാനിക്കുന്നവരുണ്ട്, ആദ്യത്തിൽ നിന്ന് അവരുണ്ടാവാറില്ല. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ സ്വന്തം ഭാഷയോടും സംസ്കാരത്തോടും കൂറും ഇല്ലാത്ത ഒരു സ്നേഹമില്ലാത്ത ഒരു വർഗം മലയാളികൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ 5 പേരും സംസാരിച്ചത് വിവിധ മേഖലകളിലെ സാഹിത്യ കൃതികളിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. ഇനിയും മലയാളത്തിലെ വിവിധ ശാഖകളുണ്ട് സാഹിത്യത്തിൽ. വിവർത്തനം, ചരിത്രം, ആത്മകഥ തുടങ്ങി നിരവധി, അതിലുമെല്ലാം ഇതുപോലെയുള്ള ഭാഷാ പരിണാമങ്ങൾ വരേണ്ടതുണ്ട്. വസന്തമാഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഈ സ്ഥിരമായിരിക്കുന്ന ബോർഡുകൾ മാത്രമല്ല, പ്രാദേശികമായിട്ട് സമ്മേളനങ്ങൾക്കും അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കൊക്കെ എഴുതുന്ന പരസ്യ ബോർഡുകൾ, നിരവധി തെറ്റുകൾ, അത് തയ്യാറാക്കുന്നവർക്ക് അത്രയും ഭാഷയായിട്ട് ബന്ധമുള്ളൂ. അങ്ങനെയുള്ള ധാരാളം തെറ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരുത്താൻ ആ പാർട്ടി നേതാക്കളും ശ്രദ്ധിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥയുണ്ട്. ആ തെറ്റ് അങ്ങനെ തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ പറഞ്ഞോളം സംഘടിതമായിട്ടുള്ളൊരു നീക്കം ഏതെങ്കിലും തലത്തിലുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ ഈ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ച് മാഷ് പറഞ്ഞതും വളരെ യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളും ഈ സ്മരണികകളും സോവനീറുകൾ, നമ്മൾ 50 കൊല്ലം 100 കൊല്ലം മുമ്പുള്ള ഒരു സ്മരണിക അല്ലെങ്കിൽ സോവനീർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ പിന്നിലുള്ള വലിയൊരു അധ്വാനം, അത് തയ്യാറാക്കുന്നവർ, അത് പോയിട്ട് ഇന്ന് ഇറങ്ങുന്ന സോവനീറുകൾ നമുക്ക് ഒരു ആഴ്ചപ്പതിപ്പിൻ്റെ പോലും ഒരു ശ്രമം അല്ലെങ്കിൽ അതിൻ്റെ അധ്വാനം അതിൻ്റെ പിന്നിലില്ല എന്ന് നമുക്ക് അറിയാൻ കഴിയും. അത്രയും നന്നായിട്ട് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ചരിത്ര ഗ്രന്ഥങ്ങളും ഇതെല്ലാം സംരക്ഷിക്കാൻ. നമുക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, പുത്തേഴത്ത് രാമമേനോൻ്റെ ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം, തൃശ്ശൂരിൻ്റെ ചരിത്രം പറയുമ്പോൾ തൃശ്ശൂർ ആ ചരിത്രം മാത്രമല്ല, അന്നത്തെ ആ സാഹചര്യം മുഴുവൻ വിശദീകരിക്കണം. അപ്പം നമുക്ക് ആ തൃശ്ശൂർ അന്നത്തെ തൃശ്ശൂർ എങ്ങനെയായിരുന്നു എന്നുള്ള ആ പരിസര കാര്യങ്ങളും കൂടി വിശദീകരിച്ചിട്ട് ആണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ നമ്മുടെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗം സാഹിത്യകൃതികളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യകാലങ്ങളിൽ സാൻസ്ക്രിറ്റ് പദങ്ങളൊക്കെ വന്നിരുന്നപ്പോൾ വായിക്കാൻ സാൻസ്ക്രിറ്റ് അറിയാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് സാധാ മലയാളമായി മാറിയപ്പോൾ ഒരുപാട് വായനക്കാർ, വീട്ടമ്മമാരൊക്കെ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ പുതിയ തലമുറയിലെ പുതിയ ഭാഷാ പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ രാജശ്രീയുടെ തന്നെ വായിച്ച് ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്, വായിക്കണം. അപ്പോൾ അത് ഇത്തിരി ഡിഫിക്കൾട്ടാണ്. അതുപോലെ തന്നെ എച്ചുമുക്കുട്ടി എഴുതിയ ഏറ്റവും നല്ല പുസ്തകം ഞാൻ പറയുക ചൊക്ലി എന്ന് പറഞ്ഞതാണ്. ആളുടെ ആത്മകഥയോ മറ്റു പുസ്തകങ്ങളോ ഒന്നുമല്ല, ചൊക്ലി. അതിൽ വേറൊരു മലയാളം ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ 2 പേജൊന്ന് ബുദ്ധിമുട്ടി വായിച്ചു കഴിഞ്ഞാൽ ആ ശൈലിയിലേക്ക് വന്നു. അവസാനം വരെ ഞാൻ വായിച്ചു. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നോവലാണ്. പക്ഷേ ആ ഭാഷ ഒരു വികടമായി നിന്നതുകൊണ്ട് പലരും വായിക്കാതെ, ആരും അതിനെപ്പറ്റി ഇപ്പോൾ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു ചൊക്ലിയായൊരു മനുഷ്യൻ, അയാൾ ഹാൻഡിക്യാപ്ഡും ആണ്, അയാൾക്ക് തറവാടില്ല, ഒന്നുമില്ല, വിദ്യാഭ്യാസമില്ല. പക്ഷെ അയാൾ ലോക ചരിത്രം മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ ചരിത്രം മുഴുവൻ അയാളുടെ വീക്ഷണത്തിലൂടെ അതിൽ പറയുന്നുണ്ട്. അതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട നോവലാണ്. പക്ഷേ അതിൻ്റെ ഭാഷ എച്ചുംകുട്ടി പറഞ്ഞതുകൊണ്ടാണ് 2 പേജ് കഴിഞ്ഞ് തുടർന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടി വായിക്കാൻ, പണ്ട് സാൻസ്ക്രിറ്റ് വായിക്കാൻ വിഷമിച്ചതുപോലെ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത് അവരെയെല്ലാം നിയന്ത്രിക്കേണ്ട വായനക്കാരാണ്. കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് എടുത്ത്
ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി. പിന്നെ എന്താണ് വസന്തൻ മാഷ് പറഞ്ഞതുപോലെ ഞാൻ ഒരു എന്താണ് തോറ്റം, കോവിലിൻ്റെ തോറ്റം എന്ന് പറഞ്ഞ പുസ്തകം ഞാനതിനെ നമ്മുടെ ഇദ്ദേഹം എന്താണ് അയ്യോ ഒരു ഇംഗ്ലീഷ് റൈറ്ററിൻ്റെ ഇത് പെട്ടെന്ന് വാക്ക് കിട്ടുന്നില്ല, അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി എഴുതിയപ്പോൾ പച്ചക്കുതിരയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കത് പ്രസിദ്ധീകരിക്കാൻ ഒരു പേടിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് തോറ്റത്തിലെ മറ്റ് ഇംഗ്ലീഷ് നോവലിസ്റ്റിനേക്കാൾ നന്നായി ചെയ്തു എന്നാണ് ഞാൻ അവസാനം അത് കൊണ്ടുവരുന്നത്. കാരണം 4 പേര് ദ സൗണ്ട് ആൻഡ് ദ ഫ്യൂറി ഫോക്നറിൻ്റെ 4 പേരാണ് അതിൽ കഥ പറയുന്നത്. ഒരേ കഥ വ്യത്യസ്ത 4 നെരേറ്റേഴ്സ് പറയുന്നു. പക്ഷേ ഈ തോറ്റത്തിലെ ഒരൊറ്റ കഥാപാത്രം തന്നെ പല വിധത്തിൽ കഥ പറയുന്നുണ്ട്. അപ്പോൾ 4 നെരേറ്റേഴ്സിനെ ഒന്നിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടി നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യക, അത് നമ്മുടെ സ്റ്റെയിൻബെക്കിൻ്റെ ദ ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറഞ്ഞ ആ നോവലിൻ്റെ അതിൻ്റെ എസൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വിഷകന്യയ്ക്ക് പറ്റി എന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അവരൊക്കെ ഇച്ചിരി പേടിച്ചിടുന്നത് പോലെ നമ്മളത് ചില കണ്ടെത്തലുകൾ നടത്തുകയാണ്. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുകയും പിന്നെ മലയാളം വായിക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധങ്ങൾ അവരത് വായിച്ചിട്ടില്ലേന്ന് ഞാൻ നോക്കി. അപ്പോൾ അവരൊക്കെ വേൾഡ് ലിറ്ററേച്ചറൊക്കെ വായിച്ചിട്ട് അതിന് ശേഷമാണ് അവർ എഴുതുന്നത്, സ്റ്റെയിൻബെക്കിന് ശേഷമാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സും കൂടി വായനക്കാർക്കും അവർ പബ്ലിഷ് ചെയ്തു കേട്ടോ, പക്ഷെ ഒരു പേടിച്ച പോലെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ നടത്തുന്നത് കുറച്ചും കൂടി വികസിക്കാനാണ് ഗുണം ചെയ്യുക എന്ന് എനിക്ക് തോന്നി, ഈ കമ്പാരിറ്റീവായിട്ട് നോക്കിയിട്ട്. നമ്മൾ സാഹിത്യ മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു കാര്യം, സംസാര മലയാളം പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഈ മാധ്യമങ്ങളാണല്ലോ. ടി വിയിൽ നമ്മൾ വാർത്തകൾ വായിക്കുക, ചർച്ചകൾ പങ്കെടുക്കുക, കാണുകയോ ചെയ്യുമ്പോൾ മലയാളം എത്രമാത്രം വികലമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള ഒരു പ്രസക്തമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സാഹിത്യത്തിൽ സംസാരിക്കണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും തെറ്റുകൂടാതെ കൃത്യമായുള്ള ഉച്ചാരണവും അതേപോലെ തന്നെ അതിൻ്റെ ഭാഷാ പ്രയോഗങ്ങളുമെങ്കിലും ഇപ്പോഴത്തെ പുതിയ മാധ്യമരംഗം കൈകാര്യം ചെയ്യുന്ന പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട മാധ്യമപ്രവർത്തകർ ആ രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം അതും സാഹിത്യത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ്, പല ആൾക്കാരും അതിലൂടെയാണ് എത്തിപ്പോകുന്നത്. അപ്പോൾ അതൊരു പ്രസക്തമായ കാര്യമല്ലേ എന്ന് കൂടി ഒന്ന് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് പ്രസിദ്ധീകരണങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന വാരികകളിലൂടെ ധാരാളം പൈങ്കിളി നോവലുകൾ ഇവിടെ മലയാളത്തിൽ വായിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്വാധീനം കുറവാണെന്ന് പറയാം. അപ്പോൾ ഈ പൈങ്കിളി നോവലുകൾ മലയാളിയുടെ വായനാ സംസ്കാരത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാമോ? സുഹൃത്തുക്കളെ ക്ഷമിക്കണം, മറുപടി പറയാനുള്ള ഒരു സാവകാശം നമുക്കിവിടെ ഇല്ല. ഈ വേദി ഉടൻ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ്. അടുത്ത പരിപാടി ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു.